കുറിച്ചും ആ ബിദ്അത്തുകൾ ഉണ്ടാക്കുന്നവരെ കുറിച്ചും ഈ ഹദീസുകളെ മനസ്സിലാക്കാം. അവരും ഇതിൽ പെടും. അങ്ങനെ പെടണമെങ്കിൽ രണ്ടാലൊന്നു കൂടാതെ കഴിയില്ല. ഒന്നുകിൽ മുഹ്ദസത്ത് ബിദ്അത്ത് എന്നതിന് ശർഈയായ ഒരു സാങ്കേതിക അർത്ഥകൽപ്പന നടത്തുക. ആ ശർഈയായ സാങ്കേതിക അർത്ഥകൽപ്പന രണ്ട് വിധത്തിൽ നടത്താം. രണ്ട് വിധത്തിൽ നടത്തിയിട്ടുമുണ്ട്. ഈ രണ്ടാമൊരു വിധത്തിൽ വിശദീകരിച്ചുകൊണ്ടല്ലാതെ ഒരു ഇമാമും ഒരു ഗ്രന്ഥകാരനും ഒരു മുഹദ്ദിസും ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുമില്ല. നമ്മുടെ വഹാബികൾ ഓൽക്കിഷ്ടമുള്ളത് മാത്രം അതിൽ നിന്ന് കുറിക്കുന്നേ ഉള്ളൂ. ഈ ബിദ്അത്തിനെയും മുഹദസത്തിനെയും രണ്ടു വിധത്തിൽ ശർഈയായ സാങ്കേതികാർത്ഥം വിവരിക്കാം. ഭാഷാർത്ഥം എല്ലാവർക്കും തിരിയും. അഹ്ദസ എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാക്കി എന്നർത്ഥം. മുഹ്ദസ് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടത്. മുഹ്ദസത്ത് എന്ന് പറഞ്ഞാൽ ഹസലത്തും മുഹ്ദസ പുതുതായി ഉണ്ടാക്കപ്പെട്ട ഒരു കാര്യം. ബിദ്അത്ത് എന്നാലും അങ്ങനെ തന്നെ പുതുമയുള്ള കാര്യം, മുൻപൊരു രൂപമില്ലാത്ത കാര്യം, മുമ്പൊരു മാതൃകയില്ലാത്ത കാര്യം. ഇതാണ് അതിന്റെ ഭാഷാർത്ഥം. ഈ ഭാഷാർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായി ശർഈന്റെ കലാമിലും ശാരിഅന്റെ കലാമിലുമുള്ള ബിദ്അത്തിനെയും മുഹ്ദസത്തിനെയും ശർഈന്റെ വ്യാഖ്യാന പ്രകാരം ശർഈന്റെ സാങ്കേതികാർത്ഥ പ്രകാരം മനസ്സിലാക്കണം. എങ്ങനെയാണ് ശർഈന്റെ സാങ്കേതികാർത്ഥം നൽകുക? സാങ്കേതികാർത്ഥം നൽകുന്ന ഇമാമുകളാണത് നൽകുക. നമ്മൾ ഭാഷാർത്ഥം പറഞ്ഞാൽ അത് തിരിയില്ല. ഇതിനാണ് അള്ളാന്റെ റസൂലിന്റെ ഹദീസ് സ്വഹാബാക്കളിൽ നിന്ന് പഠിക്കണമെന്ന് പറയുന്നത്. സ്വഹാബാക്കളിൽ നിന്ന് താബിഈങ്ങൾ പഠിക്കും, താബിഈങ്ങളിൽ നിന്ന് താബിഈങ്ങൾ പഠിക്കും. വാമൊഴിയായും നേരിട്ടും പഠിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശങ്ങൾ വ്യക്തമാകും. അങ്ങനെ വ്യക്തമായതനുസരിച്ച് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച സകല മുഹദ്ദിസുകളും മുഹ്ദസത്ത് ബിദ്അത്ത് എന്നിവകൾക്ക് രണ്ടു വ്യത്യസ്തമായ സാങ്കേതികാർത്ഥകൽപ്പന നടത്തിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുമ്പോൾ ആ സാങ്കേതികാർത്ഥ കൽപ്പന പ്രകാരം ബിദ്അത്തിനെ ഇസ്ലാമികമെന്നും അനിസ്ലാമികമെന്നും രണ്ടായി തരംതിരിക്കേണ്ടി വരും. സാങ്കേതികമായ അർത്ഥകൽപ്പന നടത്തുമ്പോൾ ഇസ്ലാമികമെന്നും അനിസ്ലാമികമെന്നും അർത്ഥകൽപ്പന നടത്തേണ്ടി വരും. നമ്മൾ നോക്കാവുന്ന ഒരു സാങ്കേതികാർത്ഥം ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരും അദ്ദേഹത്തെ പോലുള്ള പല ഇമാമുകളും വിവരിച്ച അർത്ഥമാണ്. ഇതേ ഹദീസിന്റെ ഒരു ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി തന്റെ കാലത്ത് ഭൂമുഖത്തുള്ള മുഴുവൻ ഹദീസുകളും 2 ലക്ഷം ഹദീസ് മനപ്പാഠമുള്ള മഹാനായ ഹാഫിളാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിന് വ്യാഖ്യാനം എഴുതിയ ഫത്ഹുൽ ബാരിയുടെ കർത്താവ് ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു. വഹാബികൾ നിരന്തരം ഉദ്ധരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കിതാബും അദ്ദേഹവും. ആ മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു മുഹ്ദസത്ത് എന്നതിനെയും ബിദ്അത്ത് എന്നതിനെയും ശർഈയായി നൽകുന്ന സാങ്കേതികാർത്ഥം ഏതർത്ഥത്തിൽ അദ്ദേഹം വിവരിക്കുന്നു. വൽ മുഹ്ദസാത്തു ജംഉ മുഹ്ദസ വൽ മുറാദു ബിഹാ മാ ഉഹ്ദിസ വലൈസ ലഹു അസ്ലുൻ ഫിശ് ശർഈ. മുഹ്ദസത്ത് എന്നതിന്റെ ബഹുവചനമാണ് മുഹ്ദസാത്ത്. വൽ മുറാദു ബിഹാ മുഹ്ദസത്ത് എന്നതുകൊണ്ട് ഉദ്ദേശ്യം മാ ഉഹ്ദിസ പുതുതായി ഉണ്ടാക്കപ്പെട്ട ഏതൊരു കാര്യവുമാണ്. പുതുതായി ഉണ്ടാക്കപ്പെട്ട ഏതൊരു കാര്യവും എന്ന് പറഞ്ഞാൽ പോരാ. വലൈസ ലഹു അസ്ലുൻ ഫിശ് ശർഈ ശർഈൽ അതിന് യാതൊരു പ്രമാണവും ഇല്ല. അങ്ങനത്തെ കാര്യം ശർഈൽ പ്രമാണമില്ലാത്ത വിധം പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യം. അപ്പൊ ശർഈൽ പ്രമാണമുള്ള പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യം ഈ മുഹദ്ദസത്ത് എന്നതിൽ അർത്ഥം വരൂല, ഈ മുഹദ്ദസത്തിൽ പെടില്ല. അദ്ദേഹം വിശദീകരിക്കുന്നു. വയുസമ്മാ ഫീ ഉർഫി ശർഈ ശർഈന്റെ സാങ്കേതിക ഭാഷയിൽ ഇതിനാണ് പേര് പറയപ്പെടുന്നത് ബിദ്അത്തൻ. ബിദ്അത്ത് എന്ന് പേര് പറയപ്പെടുന്നത് ഇതിനാണ്. വമാ കാന ലഹു അസ്ലുൻ യദുല്ലു അലൈഹി ശർഉ ഫലൈസ ബിബിദ്അത്തിൻ. ശർഈ തെളിയിക്കുന്ന പ്രമാണമുള്ള പുതിയ കാര്യങ്ങളാണെങ്കിൽ ശർഈൽ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെടുമെങ്കിൽ അത് ബിദ്അത്തല്ല. ഫൽ ബിദ്അത്തു ഫീ ഉർഫി ശർഈ മൽമൂമ. ശർഈന്റെ സാങ്കേതികാർത്ഥത്തിൽ ബിദ്അത്ത് എന്നത് മുഴുവൻ മൽമൂമത്തുൻ ആക്ഷേപാർഹമാകുന്നു, ഇസ്ലാമിൽ നിന്നും അന്യമാകുന്നു. അതിനെ വേണമെങ്കിൽ അങ്ങനെ അനിസ്ലാമികം എന്ന് പറയാം. എപ്പോ ശർഈന്റെ പ്രമാണങ്ങൾ കൊണ്ടൊന്നും തെളിയാത്ത, ഒരു പ്രമാണങ്ങൾ കൊണ്ടും തെളിയിക്കാൻ പറ്റാത്ത വിധം പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യമാണെങ്കിൽ മൽമൂമ. ബിഖിലാഫിൽ ലുഗ ഭാഷാർത്ഥത്തിന് മാറ്റം കൊണ്ട്. ഭാഷാർത്ഥം എന്താ? ഫഇന്ന കുല്ല ശൈഇൻ ഉഹദിസ അലാ ഗൈരി മിസാൽ
മുമ്പ് മാതൃകയില്ലാതെ ഏതൊരു പുതിയ കാര്യം ഉണ്ടായാലും യുസമ്മാ ബിദ്അ, അതിന് ബിദ്അത്ത് എന്ന് പേര് പറയപ്പെടും. സവാഉൻ കാന മഹ്മൂദൻ ഔ മദ്മൂമ, അത് ആക്ഷേപാർഹമാവട്ടെ പ്രശംസനീയമാവട്ടെ രണ്ടും അതിൽപ്പെടും. മുമ്പ് രൂപമില്ലാത്തത് ഈ ഒരു പരിപാടി, നേർക്കുനേർ പരിപാടി മുൻപ് കാലത്തില്ലാത്തതാണ്. മുമ്പ് കാലത്തില്ലാത്ത ഈ പരിപാടി പക്ഷേ മഹ്മൂദാണ് എന്ന് കരുതിയാണല്ലോ നമ്മളൊക്കെ ഇതിന് കൂടിയത്. മനസ്സിലാക്കാനും ദീൻ മനസ്സിലാക്കാനും ഉപകാരപ്പെടുന്ന കരുതിയാണ് നമ്മളൊക്കെ ഇതിനിരിക്കുന്നത്. ഈ മഹ്മൂദായ പ്രവർത്തനവും ഈ പറഞ്ഞ ഭാഷാർത്ഥ പ്രകാരമുള്ളതിൽ പെടും. മദ്മൂമായ ആക്ഷേപാർഹമായ പ്രവർത്തനവും പെടും. ഇതാണ് ബിദ്അത്തിന്റെ ഭാഷാർത്ഥം. ഈ ഭാഷാർത്ഥം വിട്ട് ശറഇന്റെ സാങ്കേതികാർത്ഥം പറഞ്ഞാൽ ശറഇൽ പ്രമാണമുള്ളതൊന്നും ബിദ്അത്തല്ല. വകദൽ ഖൗലു ഫിൽ മുഹ്ദസ, ഇങ്ങനെ തന്നെയാണ് മുഹ്ദസത്ത് എന്ന വാക്കിനെ പറ്റിയും പറയേണ്ടത്. വഫിൽ അംദിൽ മുഹ്ദസിൽ ലദീ വറദ ഫീ ഹദീസി ആയിഷത മൻ അഹദസ ഫീ അംദിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൻ അഹദസ ഫീ അംദിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്ന് ആയിഷ ബീവിയുടെ ഹദീസിൽ പറഞ്ഞ മാ അഹ്ദസ മൻ അഹ്ദസ എന്ന മുഹദസായ കാര്യത്തിന്റെ ഉദ്ദേശ്യവും ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഭാഷാർത്ഥ പ്രകാരമാണോ? രണ്ടെണ്ണമുണ്ട്, മഹ്മൂദ് മദ്മൂമ്. നമ്മുടെ വിഷയത്തിൽ പറഞ്ഞ പോലെ ഇസ്ലാമികം അനിസ്ലാമികം. ഭാഷാപരമായ ബിദ്അത്തല്ല, ശറഈലെ ബിദ്അത്താണോ? എന്നാൽ അതിന്റെ അർത്ഥം ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ടൊന്നും തെളിയിക്കാൻ പറ്റാത്ത, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് മുഴുവൻ വിരുദ്ധമായ പുതിയ കാര്യങ്ങൾ എന്നാണോ? ഇതാണ് ശറഈന്റെ സാങ്കേതികാർത്ഥമെങ്കിൽ അത് മുഴുവൻ അനാചാരവും മുഴുവൻ മോശവും മുഴുവൻ നരകത്തിൽ പോകുന്ന വലാലത്തും എന്ന് പറയാൻ പറ്റുന്നത് തന്നെയാണ്. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് വിവരിച്ചുകൊണ്ട് വ്യാഖ്യാതാക്കൾ വിവരിക്കുന്നതാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ പല വ്യാഖ്യാതാക്കളും ഈ ഹദീസിനെ വിവരിക്കുന്നത് മറ്റൊരു സാങ്കേതികാർത്ഥത്തിലും ഭാഷാർത്ഥത്തിലുമാണ്. നബിയുടെ കാലത്തില്ലാത്തത് എന്നാണ് അവർ നൽകുന്ന സാങ്കേതികാർത്ഥം. മുമ്പൊരു രൂപമില്ലാത്തത് എന്ന ഭാഷാർത്ഥത്തിൽ നിന്ന് മാറി നബിയുടെ കാലത്തില്ലാത്തത് എന്ന ശറഈന്റെ സാങ്കേതികാർത്ഥത്തിലേക്ക് വന്നാൽ അപ്പൊ ബിദ്അത്തിൽ മദ്മൂമ് മഹ്മൂദ് എന്നിങ്ങനെ രണ്ടു തരം കൽപ്പിക്കേണ്ടി വരും. ഇബ്നു ഹജർ അസ്കലാനി വിവരിച്ചതുപോലെ മുൻപ് മാതൃകയില്ലാത്ത പുതിയത് എന്നാണ് ഭാഷാർത്ഥം വെക്കുന്നതെങ്കിലും മദ്മൂമും മഹ്മൂദും രണ്ടെണ്ണം ബിദ്അത്തിൽ കൽപ്പിക്കണം, മുഹ്ദസത്തിൽ കൽപ്പിക്കണം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ വിവരിച്ച രീതിയിൽ നബിയുടെ കാലത്തില്ലാത്തത്, അത് ഭാഷയല്ലല്ലോ, നബിയുടെ കാലം എന്ന് കൂട്ടി കൊടുക്കുമ്പോ ശറഅാണ്. അപ്പൊ നബിയുടെ കാലത്തില്ലാത്തത് എന്നാണ് അർത്ഥകൽപ്പന നടത്തുന്നതെങ്കിൽ നബിയുടെ കാലത്തില്ലാത്തത് മുഴുവൻ നരകത്തിലാകാൻ പറ്റൂല. നബിയുടെ കാലത്തില്ലാത്തത് മുഴുവൻ ബിദ്അത്ത് എന്ന പേരിൽ ആക്ഷേപാക്കപ്പെടാനും പാടില്ല. നബിയുടെ കാലത്തില്ലാത്തത് എന്നത് മുഴുവൻ വലാലത്താകാനും പറ്റില്ല. നബിയുടെ കാലത്തില്ലാത്തത് എന്നാണോ അർത്ഥകൽപ്പന നടത്തുന്നത്, എന്നാൽ ആ മുഹദസത്തിലും ബിദ്അത്തിലും രണ്ടു തരമായി വിഭജിക്കപ്പെടാതെ പറ്റില്ല. ഒരു ഇനം മഹ്മൂദ്, ഒരു ഇനം മദ്മൂമ്. ശറയിൽ ആക്ഷേപാർഹമായത്, ശറയിൽ അംഗീകൃതം, ഇങ്ങനെ രണ്ടിനം കൽപ്പിക്കപ്പെടണം. ഇത് നാം ഒരാൾ പറയുന്നതല്ല. ആരാണോ ഹദീസിനെ വിവരിച്ചു തരേണ്ടതെങ്കിൽ അത്തരം പ്രഗൽഭ മുഹദ്ദിസുമാരൊക്കെ വിവരിച്ചു തന്നിട്ടുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് ഉദ്ധരിക്കാം. ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ തഹ്ദീബിൽ വളരെ വ്യക്തമായി വിവരിക്കുന്നു. ബിദ്അത്ത് എന്നതിനെ അദ്ദേഹം വിവരിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അൽ ബിദ്അത്തു ഫി ശർഇ, ശർഇന്റെ സാങ്കേതികാർത്ഥത്തിൽ ബിദ്അത്ത് എന്നാൽ ഹിയ ഇഹ്ദാസു മാ ലം യകുൻ ഫീ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലത്തില്ലാത്ത വല്ല കർമ്മവും ഉണ്ടാക്കുക, നബി തങ്ങളുടെ കാലത്തില്ലാത്ത വല്ല വിശ്വാസവും ഉണ്ടാക്കുക. നബിയുടെ കാലത്തില്ലാത്ത വിശ്വാസങ്ങൾ ഉണ്ടാക്കിയാൽ ഉസൂലിലും വിശ്വാസ തത്വങ്ങളിലുമുള്ള ബിദ്അത്തായി. നബിയുടെ കാലത്തില്ലാത്ത വല്ല കർമ്മങ്ങളും ആചാരങ്ങളും ഉണ്ടാക്കിയാൽ ഫുറൂഇലും ശാഖാപരമായ കർമാനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലുമുള്ള ബിദ്അത്തായി. ഇത് രണ്ട് ബിദ്അത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്
മഹാനായ ഇമാം നവവി അതിന്റെ സാങ്കേതികാർത്ഥം തന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് 2ാം ഭാഗം 276 പേജിൽ ഉദ്ധരിക്കുന്നത് ഹിയ ഇഹ്ദാഥു മാ ലം യകുൻ ഫീ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലത്തില്ലാത്ത വല്ല ഒന്നിനെയും ഉണ്ടാക്കുക എന്നാണ്. വിശ്വാസമാണെങ്കിൽ വിശ്വാസം, കർമ്മമാണെങ്കിൽ കർമ്മം, നബിയുടെ കാലത്തില്ലാത്തതുണ്ടാക്കുക. ഇതിന് സാങ്കേതികമായി ശറഇൽ ബിദ്അത്ത് എന്ന് അർത്ഥകൽപ്പന നടത്തുമെങ്കിൽ ഇമാം നവവി പറയുന്നു വഹിയ മുൻഖസിമത്തുൻ ഇലാ ഹസനത്തിൻ വ ഖബീഹ, അപ്പോൾ ബിദ്അത്തിനെ വിഭജിക്കേണ്ടി വരും. നല്ല ബിദ്അത്തുകൾ എന്ന ഒരു കൂട്ടം, മോശം ബിദ്അത്തുകൾ എന്ന ഒരു കൂട്ടവും, ഖബീഹത്ത് അനിസ്ലാമികമെന്നോ ചീത്തയെന്നോ അനാചാരമെന്നോ പറയാൻ പറ്റുന്നതും വളരെ മോശമായ വിശ്വാസം എന്ന് പറയാൻ പറ്റുന്നതുമായ ഒരു ബിദ്അത്ത്, ഹസന നല്ലതും നല്ല ആചാരവും എന്ന് പറയാൻ പറ്റുന്ന ബിദ്അത്ത്, നല്ല ആചാരം എന്ന് പറയാൻ പറ്റുന്ന ബിദ്അത്ത് പക്ഷേ ആചാരത്തിലേ ഉള്ളൂ, കർമ്മത്തിലേ ഉള്ളൂ. വിശ്വാസത്തിൽ വരുന്ന ബിദ്അത്തൊക്കെയും മദ്മൂമാ, അതിലൊന്നും ഒഴിവില്ല. അത് മേൽപ്പറഞ്ഞ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന ബിദ്അത്തിന് വിശ്വാസപരമായ ബിദ്അത്ത് എന്ന അർത്ഥകൽപ്പന നടത്തുമ്പോൾ അത് മുഴുവൻ ളലാലത്താകുന്നു, അത് മുഴുവൻ നരകത്തിലേക്കുള്ള വൻദോഷമാകുന്നു എന്ന് നമ്മുടെ ഇമാമുകൾ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് കുല്ലു ബിദ്അത്തിൻ എന്ന ബിദ്അത്തിന്റെ അർത്ഥം നബിയുടെ കാലത്തില്ലാത്തത് എന്നാണെങ്കിൽ നബിയുടെ കാലത്തില്ലാത്ത കർമ്മവും ആചാരവും ഉണ്ടാക്കിയാൽ 2 ബിദ്അത്തുണ്ടാവും. ഒന്നുകിൽ ഹസന അല്ലെങ്കിൽ ഖബീഹ. ഹസനത്ത് എന്ന ഇസ്ലാമികം, ഖബീഹത്ത് എന്ന അനിസ്ലാമികം. ഇതാരാ പറഞ്ഞേ? ഇതിന്റെ തുടക്കക്കാരൻ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ മഹാനർ വിവരിക്കുന്നു. വറവൽ ബൈഹഖി ബിഇസ്നാദിഹി ഫീ മനാഖിബി ശാഫിഈ അനി ശാഫിഈ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, ഇമാം ശാഫിഈയെ തൊട്ട് ബൈഹഖി തന്റെ ഇസ്നാദ് പ്രകാരം നിവേദനം ചെയ്യുന്നു. ഇമാം ശാഫിഈ തങ്ങൾ പ്രസ്താവിച്ചു, അൽ മുഹ്ദസാതു മിനൽ ഉമൂരി ളർബാൻ, നബിയുടെ കാലത്തില്ലാതെ ഉണ്ടാക്കപ്പെടുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും 2 വിധമാകുന്നു. അഹദുഹുമ, ആ 2-ൽ മാ ഉഹ്ദിസ മിമ്മാ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅൻ, കിതാബ്, സുന്നത്ത്, അസർ, ഇജ്മാഅ് എന്നീ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്നത്. ഫഹാദിഹിൽ ബിദ്അത്തുൽ ളലാല, ഈ ബിദ്അത്താകുന്നു ളലാലത്തായ ബിദ്അത്ത് എന്ന് പറഞ്ഞത്. വിശ്വാസപരമായ ബിദ്അത്ത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായല്ലാതെ ഉണ്ടാക്കപ്പെടാൻ കഴിയുകയില്ല. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്ന ഏത് ബിദ്അത്തും ഫഹാദിഹി ഹിയൽ ബിദ്അത്തുൽ ളലാല, അതാണ് ബിദ്അത്തുൽ ളലാല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ പറയുന്നു. ആചാരത്തിലുള്ള ബിദ്അത്തും കിതാബ്, സുന്നത്ത്, അസർ, ഇജ്മാഅ് എന്നിവകൾക്ക് വിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്നതാണോ അത് വലാലത്താകുന്നു. വസാനിയ, 2ാമത്തെ ബിദ്അത്ത് മാ ഉഹ്ദിസ മിനൽ ഖൈർ, നബിയുടെ കാലത്തില്ലാത്ത പുണ്യകർമ്മങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത്. നബിയുടെ കാലത്തില്ലാത്തതാണ് എന്നാലും പുണ്യമാകുന്ന ഇമാം ശാഫിഈ തങ്ങൾ പറയുന്നത്. ഇത് പോട്ടീസ് കണ്ടപ്പോ ചില ആളുകൾക്ക് ഹേലളകി. നബിന്റെ കാലത്തില്ലാത്ത ബിദ്അത്ത് അത് പുണ്യകർമ്മോ? ഇമാം ശാഫിഈ അത് വിവരിക്കുന്നത് നബിയുടെ കാലത്ത് ഉണ്ടാക്കപ്പെടുന്ന, നബിയുടെ കാലത്തില്ലാതെ ഉണ്ടാക്കപ്പെടുന്നത് മിനൽ ഖൈർ, പുണ്യകർമ്മങ്ങളും പ്രതിഫലാർഹമായ കാര്യങ്ങളും. ലാ ഖിലാഫ ഫീഹി ലിവാഹിദിൻ മിനൽ ഉലമാ, ഒരു ആലിമിനും ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല. നമ്മളെ വഹാബികൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവർ ജാഹിലായതുകൊണ്ടാണ്. ആലിമുകൾക്ക് ആർക്കും ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒരാലിമിനും അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണ് ഖൈറായി നബിയുടെ കാലത്തില്ലാത്ത കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കപ്പെടുന്നത്. വഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമാ, ഇതിനും പുതുതായി ഉണ്ടാക്കപ്പെടുന്നത് എന്ന് സാങ്കേതികമായി തന്നെ പറയാം, പക്ഷെ അത് മദ്മൂമല്ലാത്ത മുഹ്ദസത്താകുന്നു. വഖദ് ഖാല ഉമർ റളിയല്ലാഹു അൻഹു ഫീ ഖിയാമി ശഹ്രി റമളാന, റമളാൻ മാസത്തിൽ തന്റെ കൽപ്പന പ്രകാരം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 20 റക്അത്ത് തറാവീഹ് മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്ന ജമാഅത്തിനെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് എന്നവർ പറഞ്ഞു, നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, എന്തൊരു നല്ല ബിദ്അത്ത് ഈ കാണുന്നത്,
എന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനായ ഇമാം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ബിദ്അത്ത് ഇങ്ങനെ മദ്മൂമല്ലാത്ത നബിയുടെ കാലത്തില്ലാത്ത ഖൈറായ ബിദ്അത്താകുന്നു എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. അതിന് അദ്ദേഹം പറയുന്നു യഅനി അന്നഹാ മുഹ്ദസത്തുൻ ലം തകുൻ, ഈ കാണുന്ന കാഴ്ച ഇவ்விധം നബിയുടെ കാലത്ത് റമളാൻ മാസം പൂർണ്ണമായും ഉണ്ടായിരുന്നില്ല, ഇത് പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ്. ഉണ്ടായ സ്ഥിതിക്ക് അതിന് ഒഴിവാക്കപ്പെടേണ്ടതോ എന്ന ഹദീസിൽ പറഞ്ഞ പോലെ അത് റദ്ദ് ചെയ്യപ്പെടേണ്ടതല്ല. മുൻകാല കർമ്മത്തിലുള്ള ഏതെങ്കിലും ഒരു ചര്യയ്ക്ക് വിരുദ്ധമായി ഇതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ വ്യക്തമായും ഖൈറായ പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല കാര്യമായ ബിദ്അത്താകുന്നു ഇതൊന്നും. അതാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖിന്റെ നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന വാക്യത്തിലെ ബിദ്അത്തിന്റെ ഉദ്ദേശ്യമെന്നും ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി തന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ വിവരിച്ചത് ബിദ്അത്തിന്റെ മറ്റൊരർത്ഥമാണ്. എന്താ രണ്ടർത്ഥം പറഞ്ഞത്? ഒന്ന്, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ബിദ്അത്തിന്റെ ശർഈയായ അർത്ഥവും മുഹ്ദസത്തിന്റെ ശർഈയായ അർത്ഥവും പ്രകാരം എല്ലാ വിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്നതും പിഴച്ചതു തന്നെ, മദ്മൂമത്തു തന്നെ. അതിൽ മദ്ഹ് ചെയ്യപ്പെടുന്നതൊന്നോ ഇസ്ലാമികമെന്നോ വിശേഷിപ്പിക്കുന്ന ഒന്നുമില്ല, ഒക്കെ അനിസ്ലാമികവും മദ്മൂമത്തും. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പുതുതായി നബിയുടെ കാലത്തില്ലാത്തത് ഉണ്ടാക്കപ്പെടുന്നത് എന്നാണോ എങ്കിൽ കർമ്മങ്ങളിൽ വരുമ്പോൾ അത് പുണ്യകർമ്മമാകും. പുണ്യകർമ്മമാകുന്നത് ഏതാണ്? പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്തത്. കിതാബ്, സുന്നത്ത്, ഇജ്മാഅ്, അസർ, ഖിയാസ് എന്നിവകൾക്ക് വിരുദ്ധമാണോ എങ്കിൽ അതിനെ കൊണ്ട് ബിദ്അത്ത് മദ്മൂമത്ത് മാത്രം പറയുന്ന ബിദ്അത്ത് എന്നാ പറയുക. വിരുദ്ധമല്ലാത്തതാണെങ്കിൽ അതിൽ ഖൈറുമുണ്ട് തിന്മയുമുണ്ട് എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പുണ്യ ഗുരു അല്ലാമ അബൂ ശാമ അദ്ദേഹത്തിന്റെ അൽ ബാഇസ്, എല്ലാ വഹാബികളും സാധാരണ അവർക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം ഉദ്ധരിക്കുന്ന കിതാബാണിത്. അൽ ബാഇസ്, കിതാബുൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദിസ്, കിതാബുൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദിസ്. ഈ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം അല്ലാമ അബൂ ശാമ, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരാണ് അദ്ദേഹം, ഫസ്ലുൻ അഖ്സാമുൽ ബിദ്അത്തി, ബിദ്അത്തിന്റെ വിവിധ ഇനങ്ങൾ എന്നൊരു ഖണ്ഡിക തന്നെ പ്രത്യേകം കുറിക്കുന്നുണ്ട്. ഇത് വഹാബികൾ എടുക്കാറില്ല. ഈ ഭാഗത്തെത്തുമ്പോൾ കാണാൻ ഒരൊറ്റ കാരണം മറിച്ചില് ബിദ്അത്ത് മുഴുവൻ നിയമത്തിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞതിനൊരു അർത്ഥമുണ്ട്. മനുഷ്യൻ വിസർജിക്കുന്നതിന് നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങൾ പറയുന്ന ഒരു ഭാഷ ഉണ്ടല്ലോ, ഉമർ എന്നിവരുടെ വാക്കിന് അർത്ഥം വെക്കുന്നത് നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി എന്ന വാക്കിന് അർത്ഥം വെക്കുമ്പോൾ നിഅമത്തിൽ ബിദ്അത്തു എന്ന വാക്കിന് അർത്ഥകൽപ്പന നടത്തുമ്പം പറയുന്നത് നമ്മുടെ സ്ത്രീകൾ മലം വിസർജിക്കുന്ന ആ മലത്തിന് നമ്മളെ നാട്ടും പുറത്തെ പെണ്ണുകൾക്ക് തീന്ന് തുടങ്ങുന്നൊരു വാക്കില്ലേ, ആ അർത്ഥം വെച്ചിട്ട് നല്ല ആ കട്ടാന്നാ വിവരിക്കുക. ഇത്ര മോശമായ പരിഹാസം! ഉമറുൽ ഫാറൂഖ് എന്നവരുടെ വാക്കിന്റെ അർത്ഥമാണിത്, നല്ല കട്ട. നല്ല കട്ട എന്ന് പറയുന്ന ഈ അർത്ഥം വെക്കുന്ന ബിദ്അത്ത്, ആ ബിദ്അത്തിന് ന്യായമായിട്ട് ഉദ്ധരിക്കപ്പെടുന്നത് ഒക്കെയും കിതാബുൽ ബാഇസിലെ ഉദ്ധരിക്കപ്പെട്ട പ്രമാണങ്ങളും ഹദീസുകളാണ്. കിതാബുൽ ബാഇസിൽ ഇല്ലാത്ത ഒറ്റ വഹാബികൾ പറയാറില്ല. പക്ഷെ കിതാബുൽ ബാഇസിലുള്ള അവർക്ക് ആവശ്യമില്ലാത്തതൊക്കെ അവർ കളയും. അൽ ബാഇസു അലാ ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദിസ് എന്ന അല്ലാമ അബൂ ശാമയുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു ഫസ്ല് തന്നെ അഖ്സാമുൽ ബിദ്അത്തി, ബിദ്അത്തിന്റെ ഇനങ്ങൾ എന്ന പേരിൽ പറയുന്നു. അദ്ദേഹം വിവരിക്കുന്നത് നോക്കി, സുമ്മൽ ഹവാദിസു, ഇനി പറയട്ടെ, ഹവാദിസുകൾ മുൻഖസിമത്തുൻ ഇലാ ബിദ്അത്തിൻ മുസ്തഹ്സന വ ബിദ്അഇൻ മുസ്തഖ്ബഹ, ഇലാ ബിദ്അഇൻ മുസ്തഹ്സന വ ബിദ്അഇൻ മുസ്തഖ്ബഹ. നല്ലതെന്ന് വിവരിക്കപ്പെടുന്ന ബിദ്അത്തുകളും ചീത്തയായി വിവരിക്കപ്പെടുന്ന ബിദ്അത്തുകളും എന്നിങ്ങനെ രണ്ടുണ്ട്, പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ. قال حرملة بن يحيى سمعت الشافعي رضي الله عنه يقول البدعة بدعتان بدعة محمودة وبدعة مذمومة.
ബിദ്അത്തുകൾ രണ്ടുണ്ട്. ഒന്ന് മഹ്മൂദത്തായ ബിദ്അത്താണ്, ഒന്ന് മദ്മൂമത്തായ ബിദ്അത്താണ്. ഫമാ വാഫഖ സുന്നത, പ്രമാണങ്ങൾക്കും സുന്നത്തിനും യോജിക്കുന്നത് ഫഹുവ മഹ്മൂദ്, അത് മഹ്മൂദായ ബിദ്അത്താണ്. വമാ ഖാലഫ സുന്നത, സുന്നത്തിന് വിരുദ്ധമായത് ഫഹുവ മദ്മൂം, പ്രമാണങ്ങൾക്ക് വിരുദ്ധമായത് ആക്ഷേപാർഹമായ അനിസ്ലാമിക ബിദ്അത്താണ് എന്ന് ഇമാമുന ശാഫിഈ തന്നെ വിഭജിച്ചിട്ടുണ്ട്. ആ വിഭജനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട അല്ലാമ അബൂ ശാമ ഇത് രണ്ടിനമുണ്ട് എന്ന് വിവരിക്കുന്നത്. واحتج بقول عمر رضي الله عنه في قيام رمضان, റമളാൻ മാസത്തിലെ 20 റക്അത്ത് തറാവീഹ് നമസ്കാരം, പള്ളികളിൽ റമളാൻ പൂർണ്ണമായും നമസ്കരിക്കുന്ന ആ നമസ്കാരത്തെ പറ്റി ഉമർ എന്നവർ പറഞ്ഞു നിഅമത്തുൽ ബിദ്അത്തു എന്ന്. ഈ ഹദീസ് കൊണ്ടാണ് ഇമാമുന ശാഫിഈ അതിന് പ്രമാണം പിടിച്ചത്. وقال الربيع, ഷാഫി ഇമാമന്റെ മറ്റൊരു ശിഷ്യൻ റബീഉ പറയുന്നു قال الشافعي المحدثات من الامور ضربان, മുഹ്ദസാത്തുകൾ രണ്ടിനമുണ്ട്. ഞാൻ നേരത്തെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി ഉദ്ധരിച്ച, ഷാഫി ഇമാമിന്റെ ബൈഹഖി ഉദ്ധരിച്ച ആ വാക്യങ്ങളാണ് ഈ വാക്യം. ഈ വാക്യത്തിലുള്ളത് വിവരിച്ചിട്ട് ഖുൽതു, അല്ലാമ അബൂ ശാമ പറയാ وإنما كان كذلك لأن النبي صلى الله عليه وسلم حث على قيام شهر رمضان وفعله هو بالمسجد. പള്ളിയിൽ വെച്ച് നബിതങ്ങൾ തന്നെ നിർവഹിക്കുകയും നബിതങ്ങൾ പ്രോത്സാഹനം നൽകുകയും ചെയ്തിട്ടുള്ള നടപടിയാണ് റമളാൻ മാസത്തിൽ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം. ഈ നമസ്കാരത്തിന് തറാവീഹ് എന്ന പേര് പുതുതാണെങ്കിൽ പോലും ഈ രീതിയിൽ റമളാൻ മാസം മുഴുവൻ ജമാഅത്തായി നമസ്കരിക്കുന്ന രൂപം പുതുതാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ പ്രേരിപ്പിച്ചതുകൊണ്ട് ഹദീസിൽ പ്രമാണത്തിൽ അതിന് സ്ഥാനമുള്ളതുകൊണ്ട് അതിനെപ്പറ്റിയാണ് നിഅമത്തുൽ ബിദ്അത്തു എന്ന് ഉമർ എന്നവർ പറഞ്ഞത്. ഇത് ന്യായം പറഞ്ഞിട്ട് അദ്ദേഹം കുറെ ബിദ്അത്തുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ നമ്മളെ വഹാബികള് ബിദ്അത്ത് തന്നെ കാര്യമായിട്ടവർ വിഷയം വെക്കുന്നത് തന്നെ മൗലൂദ് എതിർക്കാനാണ്. ഈ മൗലൂദിനെ അദ്ദേഹം അക്കമിട്ട് ഓരോന്നെണ്ണിയ കൂട്ടത്തിൽ പറയുന്നു. പുതുതായി ഉണ്ടാക്കപ്പെടുന്നതും നബിയുടെ കാലത്തില്ലാത്തതുമായ ബിദ്അത്തുകളിൽ ചിലത് ബിനാഉൽ മനാബിരി, പള്ളികളിൽ മിമ്പർ ഉണ്ടാക്കിയത് ഇന്ന് കാണുന്ന രീതിയിൽ, വറുബതി വൽ മദാരിസി വഖാനാത്തി സബീലി, സത്രങ്ങളും റിബാത്തുകളും അതുപോലെ തന്നെ മദ്രസകളും കോളേജുകളും അറബി കോളേജുകളും ഒക്കെ ഉണ്ടാക്കിയത് ഒരു ബിദ്അത്ത്. രണ്ടാമത് മൂപ്പർ എണ്ണുന്ന നല്ല ബിദ്അത്ത് പുണ്യമാർന്ന ബിദ്അത്ത്. ബിദ്അത്താണെങ്കിലും പുണ്യകരമാണ് എന്ന് പറഞ്ഞില്ലേ. ഈ പോസ്റ്ററാണ് ചിലർ പറഞ്ഞ് തങ്കലിപികൾ കൊണ്ട് സ്വർണ്ണലിപികൾ കൊണ്ട് എഴുതി വെക്കേണ്ടതാണിത് എന്നാ. കിട്ടേണ്ടത് കിട്ടിപ്പോയി സുന്നികളെടുത്തുനിന്ന് കിട്ടേണ്ടത് കിട്ടിപ്പോയി എന്നാ അതിൽ പറയുന്നത്. എന്ത് ബിദ്അത്താണെങ്കിലും പുണ്യകരമാണ് എന്ന് പറഞ്ഞൊരു വാചകം ഇതുവരെ സുന്നികൾ പറഞ്ഞിട്ടില്ല. എല്ലാ സുന്നികളും വിവരിച്ചിട്ടുണ്ട്. മൗലിദ് കർമ്മത്തെക്കുറിച്ച് വിവരിച്ചിട്ടുള്ള മദ്ഹബിന്റെ വിധി പറഞ്ഞിട്ടുള്ള ഇമാമിയങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട് ഇത് ബിദ്അത്താണ്, പക്ഷേ പുണ്യമാണ്. അത് എന്നെ SYF-ന്റെ നോട്ടീസിൽ ഉണ്ടായിട്ടുള്ളൂ. ആ നോട്ടീസിൽ കണ്ടപ്പോൾ പറഞ്ഞത് ഇതുവരെ ഒരു സുന്നി സംഘടനയും സമ്മതിക്കാത്ത വല്ലൊന്ന് സമ്മതിച്ചു കിട്ടി. ഇത് ഫയലിൽ സൂക്ഷിക്കണം, ഇത് സ്വർണ്ണലിപികളിൽ എഴുതി വെക്കണം, ഇതെവിടേക്കോ പാത്തുവെക്കണം, കണ്ണാടി ചില്ലിൽ വെച്ചോ. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മളെ കിതാബുൽ ബാഇസിൽ അല്ലാമ അബൂ ശാമ വിവരിക്കുന്നത് നോക്കി. ഇങ്ങനെയുള്ള നല്ല ബിദ്അത്ത് ഒന്ന് അൽ ഇഹ്തിഫാലു ബി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മൗലിദുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന സദസ്സുകൾ. വമിൻ അഹ്സനി മാ ബുതുദിഅ ഫീ സമാനിനാ മിൻ ഹാദൽ ഖബീൽ, അദ്ദേഹം പറയുന്ന ഇബാറത്ത് നോക്കി. വമിൻ അഹ്സനി മാ ബുതുദിഅ ഫീ സമാനിനാ, നമ്മുടെ കാലത്ത് പുതുതായി ഉണ്ടാക്കപ്പെട്ട ബിദ്അത്തുകളിൽ ഏറ്റവും പുണ്യമായ ബിദ്അത്തുകളിൽ പെട്ടതാണ് മിൻ ഹാദൽ ഖബീൽ, പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്തതും മഹ്മൂദായതും എന്ന് എണ്ണിപ്പറഞ്ഞ ആ ഇനത്തിൽപ്പെട്ടതാണ് മാകാന യുഫ്അലു ബി മദീനത്തി ഇർബിൽ. ഇർബുൽ എന്ന രാജ്യത്തിൽ, ഇറാഖിലെ ഒരു പട്ടണമാണ് മൗസിൽ, ഇർബുൽ എന്നൊക്കെ പറയുന്ന രാജ്യം. ആ ഇർബുൽ എന്ന രാജ്യത്തിൽ പ്രവർത്തിക്കപ്പെടുന്ന ഒന്ന് കുല്ലാമിൻ ഫിൽ യൗമിൽ മുവാഫിഖ് ലിയൗമി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ദിവസം വർഷാന്തം വരുമ്പോൾ ഇർബുൽ എന്ന പട്ടണത്തിൽ നമ്മുടെ ഈ കാലത്തുണ്ടാക്കപ്പെട്ട പുതിയ ആചാരം പുണ്യകർമ്മമാകുന്നു, പ്രമാണങ്ങൾക്ക് യോജിച്ചതാകുന്നു. എന്താണ് അവിടെ നടക്കുന്നത്? മിന സ്വദഖാത്തി വൽ മഅറൂഫ്, ദാനധർമ്മങ്ങളും മറ്റു നല്ല കർമ്മങ്ങളും,
വഇദ്ഹാരി സീനത്തി വസ്സുറൂർ, നബിയുടെ പ്രസവത്തിൽ അലങ്കാരങ്ങളും ആഘോഷങ്ങളും, ഫഇന്ന ദാലിക, ഇത്തരം കർമ്മങ്ങളും ഇത്തരം നല്ല കർമ്മങ്ങളും, മഅമാ ഫീഹി മിനൽ ഇഹ്സാനി ഇലൽ ഫുഖറാ, ഇതിൽ സാധുക്കളും നിർധനരുമായ ആളുകൾക്ക് അന്നദാനം നൽകുക, ഭക്ഷണം നൽകുക, ദാനം നൽകുക എന്നിത്യാദി നല്ല കാര്യങ്ങളുള്ളതോടൊപ്പം മുസ്ബിറുൻ ബിമഹബ്ബത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് സ്നേഹമുണ്ടെന്നറിയിക്കുന്ന പ്രവൃത്തിയാണിത്. വതഅലീമിഹി വജലാലതിഹി ഫീ ഖൽബി ഫാഇലിഹി, നബിയെ ബഹുമാനിക്കുന്ന മനസ്സാണ്, നബിയെ ആദരിക്കുന്ന മനസ്സാണ് ഇത് പ്രവർത്തിക്കുന്ന ആൾക്കുള്ളത് എന്നും അറിയിക്കുന്ന കർമ്മമാകുന്നു ഇത്. വശുക്രില്ലാഹി തആല, അല്ലാഹുവിനിക്ക് നന്ദിയുണ്ടെന്നതിന് കൊണ്ടും അറിയിക്കുന്നതാണിത്. അലാമാ മന്നബിഹി, അല്ലാഹു ചെയ്ത ഔദാര്യത്തിന്റെ മേൽ, മിൻ ഈജാദി റസൂലിഹില്ലദീ അർസലഹു റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ കാരുണ്യമായി മാത്രം അല്ലാഹു അയച്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന അല്ലാഹുവിന്റെ തിരുദൂതരെ അല്ലാഹു ഈ ലോകത്തേക്ക് കൊണ്ടുവന്നുവെന്നതും ഈ കാര്യം അല്ലാഹു ചെയ്ത ഒരു വല്ലാത്ത ഔദാര്യമാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന എന്ന് ഖുർആൻ പറഞ്ഞ ഔദാര്യമാണ്. ആ ഔദാര്യത്തിന്റെ പേരിൽ അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തുന്നത് അറിയിക്കുന്ന പ്രവൃത്തിയാണ്. വകാന അവ്വലു മൻ ഫഅല ദാലിക ബിൽ മൗസിൽ, മൗസിൽ പട്ടണത്തിൽ ഇത് പ്രവർത്തിച്ച ആദ്യൻ അശ്ശൈഖ് ഉമർ ഇബ്നു മുഹമ്മദിൽ മുല്ല, ശൈഖ് ഉമർ മുഹമ്മദ് മുല്ല എന്ന മഹാനാണ്. അഹദുസ് സ്വാലിഹീനൽ മശ്ഹൂരീൻ, പ്രസിദ്ധരായ നല്ല ജനങ്ങളിലും സ്വാലിഹീങ്ങളിലും പെട്ട ഒരാളാണ് അദ്ദേഹം. വബിഹി ഇഖ്തദാ ഫീ ദാലിക, അദ്ദേഹത്തോടാണ് ഈ വിഷയത്തിൽ അനുകരിച്ചത് സ്വാഹിബു ഇർബുൽ, ഇർബുൽ പട്ടണത്തിന്റെ ഭരണാധികാരി, ബഹുമാനപ്പെട്ട ഇർബുൽ ഭരണാധികാരി ചാപ്പാട്ടുരാമൻ, ചാപ്പാട്ടുരാമൻ എന്ന് നമ്മളെ വഹാബികൾ ആക്ഷേപിക്കുന്ന മഹാൻ, വാസ്തവത്തിൽ അദ്ദേഹം മഹാനാ. അൽ മലിക്കുൽ മുളഫർ അബൂ സഈദ് കൂക്കുബരി, അദ്ദേഹം ബഹുമാനപ്പെട്ട ഇമാം അല്ലാമ അബൂ ശാമ പറയുന്നു റഹിമഹുല്ലാഹു തആല, അവർക്കൊക്കെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. റഹിമഹുല്ലാഹ് റഹിമഹുമുല്ലാഹ് എന്ന് മഹാനായ ഇമാം അല്ലാമ അബൂ ശാമ നബവി ഇമാമിന്റെ ഗുരുവര്യരായ അബൂ ശാമ വിവരിച്ച ആ ഒരു രാജാവ് വാസ്തവത്തിൽ ശൈഖ് ഉമർ ഇബ്നു മുഹമ്മദിൽ മുല്ല എന്ന ആൾ അനുകരിച്ചതാണ് ആഘോഷപൂർവമുള്ള മൗലിദ്. ഈ രാജാവാകട്ടെ 3 ലക്ഷം ദീനാർ, 3 ലക്ഷം ദീനാർ, 3 ലക്ഷം ദീനാർ എന്നാൽ 1,800,000, 1,80,000 പവൻ, 1,80,000 പവൻ സ്വർണം മഹാനായ അല്ലാമ അബൂ സഈദ് കൂക്കുബരി എന്ന മലിക്കുൽ മുളഫർ ഈ മൗലിദിന് വേണ്ടി ചെലവഴിച്ചിരുന്നു. അദ്ദേഹം ഇതിന് ആധാരമാക്കിയത് ഉമറുൽ ഇബ്നു മുഹമ്മദിൽ മുല്ല എന്നറിയുന്ന മഹാനായ സ്വാലിഹീങ്ങളിൽപ്പെട്ട മഹാനയാണ് എന്നെണ്ണിയ മൗലിദ്. ഇനി അദ്ദേഹം ഇങ്ങനെ പലതും എണ്ണുന്നുണ്ട്. ഇത്തരത്തിലുള്ള മൗലിദുകളൊക്കെ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളവരുടെ വിവരണപ്രകാരം ബിദ്അത്ത് എന്നതിൽ പറഞ്ഞ 2 തരം ബിദ്അത്ത്, മദ്മൂമ് മഹ്മൂദ്, മദ്മൂമ മഹ്മൂദ. പുതുതായി ഉണ്ടാക്കപ്പെട്ടതു തന്നെ നബിയുടെ കാലത്തില്ലാത്തതാണോ പുണ്യകർമ്മങ്ങളുമുണ്ട്, പ്രമാണവിരുദ്ധമാണോ ആക്ഷേപാർഹമാണ്. ഇങ്ങനെ വിഭജനത്തിലുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പിടിച്ചിട്ടാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ ഇങ്ങനെ വിഭജിച്ചത്. ഇതൊക്കെ ഹദീസിൽ എവിടെയാന്ന് ചോദിക്കും. ഹദീസ് ഉണ്ടതിന്. അള്ളാന്റെ റസൂൽ പറഞ്ഞ ഹദീസ് നോക്കിങ്ങള്, മൻ അഹ്യാ സുന്നതൻ മിൻ സുന്നതി ഖദ് ഉമീതത് ബഅദി കാന ലഹു മിനൽ അജ്രി മിസ്ലു മൻ അമില ബിഹാ മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ശൈഅൻ വമൻ ഇബ്തദഅ ബിദ്അതൻ വലാലതൻ ലാ യർളാഹു അല്ലാഹു വറസൂലുഹു കാന അലൈഹി മിസ്ലു ആസാമി മൻ അമില ബിഹാ ലാ യൻഖുസു ദാലിക മിൻ ഔസാറിൻ നാസി ശൈആ. ഇമാം തുർമുദി തന്റെ കിതാബുൽ ഇൽമിൽ ബാബു മാ ജാഅ ഫിൽ അഖ്ദി ബിസ്സുന്നതി വജ്തിനാബിൽ ബിദ്അ എന്ന പേരിൽ അധ്യായത്തിൽ നിവേദനം ചെയ്ത കസീർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഔഫ് അൽ മുസനി റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്ത ഒരു ഹദീസാണ് ഈ ഹദീസ്. ഈ ഹദീസിൽ നബി പറയുന്നു, എന്റെ ശേഷം നിർജീവമായി പോയ വല്ല സുന്നത്തിനെയും ഒരുത്തൻ സജീവമാക്കിയാൽ അത് പ്രവർത്തിച്ചവർ മുഴുവൻ പേരുടെയും കൂലി ഇത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത മാതൃകക്കാരനുണ്ടാകും.
എന്ന ശേഷം നബി പറയുന്നു, വമനിബ്തദഅ ബിദ്അത്തൻ വലാലതൻ, വഴികേടിൽപ്പെട്ട വലാലത്തിനെ, ബിദ്അത്തിനെ, ലാ യർളാഹു അല്ലാഹു വറസൂലുഹു, അല്ലാഹും റസൂലും പൊരുത്തപ്പെടാത്ത ബിദ്അത്തിനെ വല്ലവനും നിർമ്മിച്ചുണ്ടാക്കിയാൽ കാന അലൈഹി മിസ്ലു ആസാമി മൻ അമില ബിഹാ, അതുകൊണ്ട് പിൽക്കാലത്ത് പ്രവർത്തിച്ചവരുടെ എല്ലാം കുറ്റങ്ങൾക്ക് തുല്യം ഇവന് കുറ്റം കിട്ടും. ലാ യൻഖുസു ദാലിക മിൻ ഔസാരി നാസി ശൈഅ, ഇത് അനുകരിക്കുന്നവരുടെ കുറ്റത്തിൽ നിന്ന് ചുരുങ്ങാതെ മാതൃകയാക്കിയവന് കുറ്റം കിട്ടും എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ ബിദ്അത്തൻ വലാലതൻ ലാ യർളാഹു അല്ലാഹു വറസൂലുഹു, അല്ലാഹും റസൂലും പൊരുത്തപ്പെടാത്ത വലാലത്തായ ബിദ്അത്ത് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അല്ലാഹും റസൂലും പൊരുത്തപ്പെടുന്ന വലാലത്തല്ലാത്ത ഹുദയിൽപ്പെട്ട ബിദ്അത്ത് തന്നെ ബിദ്അത്തുകളുടെ കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലാക്കാമല്ലോ. ഇത് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ ബിദ്അത്ത് രണ്ട് വിധമുണ്ട് എന്ന് പറഞ്ഞത്. ആ ബിദ്അത്ത് രണ്ട് വിധം എന്നത് പ്രമാണങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്നതാണോ എങ്കിൽ പുണ്യകരമാകുന്നു, പ്രമാണങ്ങളോട് യോജിക്കാത്ത, പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണോ എങ്കിൽ ആക്ഷേപാർഹവും അനിസ്ലാമികവുമാകുന്നു. ഇങ്ങനെ രണ്ടാലൊരു നിലപാട് സ്വീകരിക്കാതെ നബിയുടെ കാലത്തില്ലാത്ത കർമ്മങ്ങളൊക്കെയും നബിയുടെ കാലത്തില്ലാത്ത കാര്യങ്ങളൊക്കെയും നരകത്തിലാണെന്നും ചീത്ത ബിദ്അത്താണെന്നും ളലാലത്താണെന്നും വിധിയെഴുതാൻ പറ്റുമോ? അങ്ങനെ വന്നാൽ ഇസ്ലാമിൻ്റെ സമ്പൂർണതക്ക് തന്നെ അത് നിരക്കുമോ? ഒന്ന് ബുദ്ധിയുള്ള ആളുകൾ ആലോചിച്ചു. ഞാൻ എൻ്റെ സാമാന്യ ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. സാധാരണക്കാരായ ആളുകളൊന്നും ഉണർന്ന് ചിന്തിച്ചു നോക്കി. നബിയുടെ കാലത്തില്ലാത്ത പ്രവർത്തനങ്ങൾ മുഴുവൻ ചീത്തയാണ്, നബിയുടെ കാലത്തില്ലാത്ത ആചാരങ്ങൾ മുഴുവൻ ചീത്തയാണ്. നബിയുടെ കാലത്തുള്ളത് മാത്രമേ നല്ല ആചാരമായി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയതുള്ളൂ എന്ന് വന്നാൽ ഇസ്ലാം സമ്പൂർണമാണെന്ന് പറയുന്നതിന് പിന്നെ എന്താ അർത്ഥമാണുള്ളത്? അതിന് വല്ല അർത്ഥമുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുണ്ടായത് വളരെ കുറവല്ലേ? 10 കൊല്ലല്ലേ അള്ളാഹുവിൻ്റെ റസൂല് കർമ്മപരമായ വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മദീനത്താകെ ജീവിച്ചത്? 10 കൊല്ലം. ഈ 10 കൊല്ലത്തെ വഹയിലാണ് ആചാരപരമായ കർമ്മപരമായ വിഷയങ്ങൾ സംബന്ധിക്കുന്ന ആയത്തുകൾ പ്രധാനമായി ഇറങ്ങിയത്. എൻ്റെ സാധാരണക്കാരായ ജനങ്ങൾ ഒന്നുണർന്ന് ചിന്തിക്കാൻ വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയട്ടെ. 10 കൊല്ലം മക്കത്തും 10 കൊല്ലം മദീനത്തും നബി. വിശുദ്ധ ഖുർആന്റെ അവതരണം 20 കൊല്ലത്തിൽ. ഒരു 3 കൊല്ലം ആദ്യത്തെ വഹി അങ്ങ് ഇറങ്ങിയിട്ട് പിന്നെ വഹിയില്ലാതെ നിന്നും ചെയ്തു. 23 കൊല്ലം അങ്ങനെ കുട്ടിക്കൊള്ളി. അപ്പൊ എത്ര കൊല്ലണ്ട് ആകെ? ആദ്യത്തെ വഹി ഇഖ്റൽ ബിസ്മി റബ്ബിക്കല്ലദീ ഇറങ്ങിയിട്ട് 3 കൊല്ലം പിന്നെ വഹിയൊന്നുമില്ല. അള്ളാന്റെ റസൂലിന് വഹിയില്ല, നബിയാക്കി നിയോഗിച്ചിട്ട് ദഅവത്തിന് കൽപ്പനയുമില്ല. ദഅവത്തിന് കൽപ്പനയില്ലാതെ നബിതങ്ങൾ നിന്ന് ആ 3 കൊല്ലത്തിൽ ഖുർആന്റെ അവതരണമില്ല. ശേഷം മക്കത്ത് വെച്ച് 10 കൊല്ലം, മദീനത്ത് വെച്ച് 10 കൊല്ലം. മദീനത്തെ 10 കൊല്ലത്തിൽ നബിതങ്ങളുടെ കാലത്തുണ്ടായ കർമ്മങ്ങൾ മാത്രമേ, നബിയുടെ കാലത്തുണ്ടായ ആചാരങ്ങൾ മാത്രമേ ഇസ്ലാം ദീനിന്റെ അകത്തുള്ളൂ എന്ന് കണ്ടാൽ എത്ര മോശമായിരിക്കും നമ്മുടെ അവസ്ഥ. ഇസ്ലാമിന്റെ സമ്പൂർണതക്കു തന്നെ നിരക്കാത്ത ഒന്നായി പോകില്ലേ ഇത്? എന്താ ഇസ്ലാമിന്റെ സമ്പൂർണത? 10 കൊല്ലം കഴിഞ്ഞിട്ട് അള്ളാഹ് ഇറക്കാണ് ഹജ്ജിൽ. അതിന്റെ ശേഷം എന്നെ നിയമത്തിന്റെ ഒരായത്തും ഇറങ്ങിയിട്ടില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. നബിയുടെ ഹജ്ജത്തുൽ വദാഇൽ ഇറങ്ങുന്ന ഈ ആയത്ത്, നിങ്ങളുടെ ദീൻ ഇന്നു ഞാൻ സമ്പൂർണമാക്കി തന്നു, ഒരു ന്യൂനതയുമില്ല, ഒരു കുറവുമില്ല, എന്തു കാര്യങ്ങളും വിവരിക്കപ്പെട്ട, ഉസൂലും ഫുറൂഉം ഫുള്ളായി വിവരിക്കപ്പെട്ട ഒരു സമ്പൂർണ്ണ ദീനായി ഞാൻ ഈ ദീനിനെ നിങ്ങൾക്ക് മാത്രമായി പരിപൂർണമാക്കി തന്നു. വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങളുടെ മേൽ അതുവഴി എന്റെ അനുഗ്രഹം ഞാൻ വളരെ തികച്ചും തന്നു. നിങ്ങൾക്ക് മാത്രമേ ഈ അനുഗ്രഹമുള്ളൂ, മറ്റു സമുദായത്തിന് ഈ അനുഗ്രഹമില്ല. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ ഇസ്ലാമിനെ ദീനായി നിങ്ങൾ ഈ ഉമ്മത്തിന് മാത്രമാണ് സമുദായങ്ങളെ അപേക്ഷിച്ച് ഞാൻ പൊരുത്തപ്പെട്ട് നൽകിയത്. മറ്റു സമുദായങ്ങൾക്കൊന്നും ഇസ്ലാം എന്ന പേരിൽ നാം വിശേഷണം നൽകിയിട്ടില്ല, നബിമാർക്കല്ലാതെ എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ ആയത്തിറങ്ങുന്നത് ഹജ്ജത്തുൽ വദാഇൽ വെച്ചാണ്.
ഇതിന്റെ ശേഷം പിന്നെ ദുൽഹിജ്ജ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ റസൂലുള്ളാഹി വഫാത്താകുക ചെയ്തത്. ഇതിലിടയ്ക്ക് നിയമം സ്പർശിക്കുന്നവരായത്തും ഇറങ്ങിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിക്കുന്നു. 10 കൊല്ലത്തിലിടയ്ക്ക് തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ സമ്പൂർണമായി വരുന്ന എല്ലാ വിഷയങ്ങളും ഇറങ്ങി തീരുവോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഇറങ്ങിയത് മാത്രമാകുന്നു, ഉണ്ടായത് മാത്രമാകുന്നു ഇസ്ലാമിന്റെ നിലയെങ്കിൽ വിഷയക്രമത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ അഹ്കാമുകൾ അങ്ങനെ വിവരിച്ചു കൊടുക്കലല്ലോ ഖുർആന്റെ രീതി. ആവശ്യത്തിനനുസരിച്ച് അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വഹി ഇറങ്ങലല്ലേ. ഈ രീതി പ്രകാരം അല്ലാഹും റസൂലും ഖുർആനും സുന്നത്തും ഇറക്കി തരുമ്പോ ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഇറക്കത്തിൽ ഉണ്ടാകുന്ന 10 കൊല്ലത്തെ വിഷയങ്ങളാണോ മനുഷ്യ ജീവിതത്തിൽ സാധാരണ വരിക? വളരെ ചുരുങ്ങിയത് ഒരു തലമുറയിലെങ്കിലും ഉള്ളെങ്കിലല്ലേ സമ്പൂർണമായും മനുഷ്യ സാഹചര്യങ്ങളോടൊത്ത വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും വരുള്ളൂ. ഇത് 10 കൊല്ലുള്ളൂ. ഇതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സമ്പൂർണതയ്ക്ക് നിദാനമായി ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ എന്ന് പറഞ്ഞത്. എന്റെ സുന്നത്തും എന്റെ ശേഷം റാഷിദുകളായ എന്റെ പ്രതിനിധികളുടെ സുന്നത്തും നിങ്ങൾ പിടിച്ചോ. അതെന്റെ പ്രതിനിധികളാണ്, എന്നെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അവർ നിലകൊള്ളുന്നത്. അവരുടെ സുന്നത്തും എന്റെ സുന്നത്തും നിങ്ങൾ പിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ കൃത്യം 40 കൊല്ലായി. അപ്പൊ വളരെ ക്ലിയർ. 40 കൊല്ലം ഒരു തലമുറ, ഒരു മനുഷ്യ തലമുറയുടെ 40 കൊല്ലം എന്ന ശരാശരി തലമുറയിൽ വരുന്ന മുഴുവൻ പ്രശ്നങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ 10 കൊല്ലം മദീനത്തെ ജീവിതകാലവും ശേഷമുള്ള 30 വർഷത്തെ സ്വഹാബത്തിലെ 4 ഖലീഫമാരുടെ കാലവും വന്നാൽ 40 കൊല്ലത്തെ ഈ സുന്നത്തുകളിൽ സമ്പൂർണമായി പ്രമാണങ്ങൾ ഉൾക്കൊള്ളും. ഇതില്ലെങ്കിൽ നമുക്ക് ദീന് കിട്ടൂല. ഒരു ചെറിയ വിഷയം നോക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വല്യമ്മാന്റെ ഓഹരി മേടിക്കാൻ 2 ആളുകൾ വന്നു. 2 വല്യന്മാര്, ഒരു മയ്യത്തിന്റെ 2 വല്യന്മാര്. ആരാ 2 വല്യമ്മ? ഒന്ന് ബാപ്പാന്റെ അമ്മയും ഒന്ന് ഉമ്മാന്റെ അമ്മയും. ഉമ്മാന്റെ അമ്മയും വല്യമ്മയാണ്, ബാപ്പാന്റെ അമ്മയും വല്യമ്മയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം. സിദ്ദീഖ് എന്നവരെ മനസ്സിലാക്കി ഉമ്മാന്റെ സ്ഥാനത്താണ്, അതായത് ഉമ്മാന്റെ അമ്മ ഉമ്മാന്റെ സ്ഥാനത്താണ്. അതനുസരിച്ച് ജദ്ദത്ത് എന്ന വല്യമ്മാന്റെ വിഹിതം ഉമ്മാന്റെ അമ്മാക്കാണ് നൽകി സിദ്ദീഖ് എന്നവര്. ബാപ്പാന്റെ അമ്മാക്ക് സ്വത്തില്ല. ബാപ്പാന്റെ അമ്മാക്ക് അദ്ദേഹം സ്വത്ത് കൊടുത്തില്ല. കാരണം ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നില്ല. ജദ്ദിന് തന്നെ സ്വത്തുള്ളത് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ്, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് സ്വഹാബത്തിൽ പ്രസിദ്ധമായത്. ഒരു മയ്യത്തിന്റെ ബാപ്പ മരിച്ചിട്ടുണ്ട് മുമ്പേ. വല്യാപ്പ വന്നു. വല്യപ്പ വന്നപ്പോ അള്ളാന്റെ റസൂലിന്റെ കാലശേഷമാണ്. സിദ്ദീഖ് എന്നവർ പറഞ്ഞു, അള്ളാന്റെ ഖുർആൻ നോക്കിയിട്ട് എനിക്ക് വിഹിതം കാണുന്നില്ല ഞാൻ, അതുകൊണ്ട് ഇജ്ജ് പോ, ഞാനൊന്ന് ആലോചിക്കട്ടെ, ആലോചിച്ചിട്ട് ഞാൻ വിവരം പറയാമെന്ന് പറഞ്ഞു. ആലോചിച്ചു മൂപ്പര് സ്വഹാബാക്കളോട്. അപ്പൊ മുഹമ്മദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാന്റെ റസൂല് ഒരു ഉപ്പാപ്പാക്ക് ബാപ്പാന്റെ വിഹിതം നൽകിയതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞു. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു. മുഹമ്മദ് ഇബ്നു മസ്ലമ, മുഗീറത്ത് ഇബ്നു ശുഅബ ഒരാള്. അപ്പൊ സിദ്ദീഖ് എന്നവർ ചോദിച്ചു, വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട് എന്ന് പറഞ്ഞ് മുഗീറത്ത് ഇബ്നു ശുഅബ. ആദ്യം പറഞ്ഞ ആരാണോ മുഹമ്മദ് ഇബ്നു മസ്ലമയാണെങ്കിൽ ഇത് മുഗീറത്ത് ഇബ്നു ശുഅബ, അത് മുഗീറത്ത് ഇബ്നു ശുഅബയാണെങ്കിൽ ഇത് മുഹമ്മദ് ഇബ്നു മസ്ലമ. 2 ആള് പറഞ്ഞു ഞാൻ സാക്ഷിയാണ്, ഞാൻ ഉണ്ടായിട്ടുണ്ട് വല്യാപ്പാക്ക് കൊടുക്കുമ്പോ കൊടുക്കാന്ന് വെച്ചു. റസൂലുള്ളാഹിന്റെ നടപടി സുന്നത്ത് വ്യക്തമാകുന്നത് ഉപ്പാപ്പാക്ക് സ്വത്തെടുക്കുന്നവർ തന്നെ. അപ്പോഴാ വല്യന്മാര് 2 ആള് വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചെയ്തതോ ജദ്ദത്തിന് ഉമ്മാന്റെ സ്ഥാനം. അപ്പൊ ഉമ്മാന്റെ ഉമ്മാക്ക് ആ സ്ഥാനം കൽപ്പിച്ചിട്ട് ഉമ്മാന്റെ അമ്മാക്കോട് കൊടുത്തു. അപ്പൊ പ്രധാനപ്പെട്ട സ്വഹാബി വര്യൻ മൂപ്പരോട് പറഞ്ഞു, നിങ്ങളിപ്പോ ചെയ്തത് ഈ കൊടുത്ത പെണ്ണ് മരിക്കുകയാണെങ്കിൽ ഈ മരിച്ച മയ്യത്തിന് ഓളെ സ്വത്ത് കിട്ടൂല. കാരണം വല്യമ്മാന്റെ സ്വത്ത് കിട്ടൂല, മകളല്ലേ, മകളെ മകൻ സ്വത്ത് കിട്ടൂല. നിങ്ങൾ നിഷേധിച്ച വല്യമ്മയാണെങ്കിലോ ആ വല്യമ്മാന്റെ സ്വത്ത് ഈ മയ്യത്തിന് കിട്ടും. ആ പെണ്ണ് നിങ്ങൾ കൊടുത്ത ജദ്ദത്തിന് നിങ്ങളുടെ സ്വത്ത്, വാസ്തവത്തിൽ നിങ്ങൾ കൊടുത്ത ജദ്ദത്തിന്റെ സ്വത്ത് ഈ മരിച്ച പൗത്രൻ എടുക്കൂല, ഉമ്മാന്റെ മകളുടെ മകനാവും. നേരെ മറിച്ച് മകളുടെ മകനാണെങ്കിലോ അപ്പോ ബാപ്പാന്റെ വല്യമ്മാക്ക് മകന്റെ മകനാണല്ലോ, ഈ മരിച്ച ആൾക്ക് സ്വത്ത് ഇങ്ങോട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ കൊടുത്തത് അങ്ങോട്ട് സ്വത്ത് കിട്ടാത്ത ആൾക്കാ കൊടുത്തത്, ഇങ്ങോട്ട് സ്വത്ത് കിട്ടാത്ത ആൾക്കാ കൊടുത്തത്, മറ്റേ വല്യമ്മാനെ നിങ്ങൾ നിഷേധിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ
മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈ വല്യമാന്റെ വിഹിതം രണ്ടാൾക്ക് കൂടി വീതം വെച്ചു. 2 വല്യമാർക്കും കൊടുത്തു. കൊടുത്ത വല്യമാർക്കും കൊടുക്കണം, മറ്റേ വല്യമാർക്കും കൊടുത്തു. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വരുന്ന നടപടിയാണ്. നബിയുടെ കാലത്ത് ഈ സംഭവമില്ല. ഇങ്ങനെ ഉമർ എന്നവരുടെ കാലത്ത് എത്ര സംഭവം നടന്നു? ഉസ്മാൻ എന്നവരുടെ കാലത്താണ് ജുമുഅക്ക് 2ാമതൊരു ബാങ്ക് വന്നത്. നമ്മളെ നാടുകളിലൊക്കെയും ഹറമൈൻ ഷരീഫുകളിലും ഒക്കെയുള്ള ബാങ്കുകളെ സമയമായാൽ ഉടനെ കൊടുക്കുന്ന ബാങ്ക്. മിമ്പറിൽ കയറിയ ശേഷം ഖതീബ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നും പറഞ്ഞിരുന്നിട്ട് ആ ഖതീബിന്റെ മുകളിലേക്ക് ഖിബലയിലേക്ക് തിരിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കണ ആള് ബാങ്ക് കൊടുക്കുമല്ലോ, മുഖ്രി. ആ ബാങ്കാണ് റസൂലുള്ളാഹിന്റെ കാലത്തുള്ളത്. നബിയുടെ കാലശേഷം സിദ്ദീഖ് എന്നവരുടെ കാലത്തും ഉമർ എന്നവരുടെ കാലത്തും ആ ബാങ്കാ ഉള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലം വന്ന് നോക്കുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞ് മിമ്പർമ മൂപ്പർ ഇരുന്നാൽ സദസ്സിൽ പള്ളിയിൽ ആളുണ്ടാവില്ല. ആളും കാത്ത് മൂപ്പർ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. ആ വിഷമം വന്നപ്പോ അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചു. ജുമുഅയുടെ സമയമായ ഉടനെ മദീനത്തെ മാർക്കറ്റ് വികസിച്ചതുകൊണ്ടും കച്ചവടം മുറക്ക് നടക്കുന്നത് കൊണ്ടുമാണ് ആളുകൾ പള്ളിയിൽ വരാത്തത്. അതുകൊണ്ട് കച്ചവടക്കാരായ ആളുകൾക്ക് ശ്രദ്ധ നൽകാൻ സമയമായ ഉടനെ ഒരു ബാങ്ക് കൊടുക്കട്ടെ. ആ ബാങ്ക് കൊടുത്തിട്ട് പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞ് മിമ്പറിൽ വരുമ്പോ ആളുകളൊക്കെ പള്ളിയിൽ അങ്ങനെ കൂടിയിരിക്കും. ഈ ബാങ്ക് ഉണ്ടായത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലത്താണ്. വഹാബികൾ പറയുന്നെന്താ, ആ ബാങ്ക് ഉസ്മാൻ എന്നവരുടെ ബാങ്കാണ്, അതുകൊണ്ട് വിദ്യാർത്ഥി, അതുകൊണ്ട് നമുക്ക് ആ ബാങ്ക് വേണ്ടാണോ? അവിടെ അല്ല ചർച്ച. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ കൊടുക്കണ്ട, ഞങ്ങൾ വേണ്ടവര് കൊടുത്തോട്ടെ, നിങ്ങൾക്ക് വേണോ ഞങ്ങൾക്ക് വേണോ എന്നല്ല ഇവിടുത്തെ ചർച്ച. ചർച്ചയെ വഴിതിരിച്ചു വിട്ടിട്ട് കുൽസിത മാർഗത്തിലൂടെ തങ്ങളുടെ ന്യായങ്ങൾ ഒപ്പിക്കുക എന്നതാണ് ഈ വഹാബിസം സാധാരണ നടത്തി വരുന്ന അടവ്. ഇത് നമ്മൾ തിരിച്ചു മനസ്സിലാക്കി നോക്കി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ബാങ്ക് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ആ ബാങ്ക് നടപ്പാക്കിയപ്പോ അലി ഇബ്നു അബീ ത്വാലിബ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ലാ തുടങ്ങിയ അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സ്വഹാബിമാരടക്കം ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിമാരടക്കം ഒരാളും അതിനെ എതിർത്തതായി ചരിത്രത്തിൽ എവിടെയുമില്ലല്ലോ. ഒരു സ്വഹാബിയും എതിർക്കാതെ എന്തുകൊണ്ട് ആ ബിദ്അത്ത് നടപ്പായി? ഇത് നമ്മളെ വഹാബികൾ ആലോചിച്ചോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇത് നടപ്പാക്കുമോ? ബദരീങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഇതിന് എതിർത്തോ? അലിയാർ എതിർത്തോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എതിർത്തോ? അന്ന് മുതൽ ഇന്ന് വരെ മദീനത്തും മക്കയിലും ഹറമൈനിലും ഒക്കെ വഹാബിസത്തിന്റെ കേന്ദ്രമായ മക്കയിലും മദീനയും, മക്കയും മദീനയും ലക്ഷ്യമായിട്ടും നല്ലത് പറയുന്നത് മക്ക മദീന എന്ന് പറയുന്നത് വഹാബിസത്തിന്റെ കേന്ദ്രമാണല്ലോ. നിങ്ങൾക്ക് വേണ്ടാത്ത ബാങ്ക് നിങ്ങളുടെ കേന്ദ്ര വഹാബികളുടെ കേന്ദ്രത്തിലുണ്ട്. ആ കൊടുക്കുന്ന ബാങ്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നടപ്പാക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലാത്ത സുന്നത്താണ് അവിടെ വരുന്നത്. ഇത് ബിദ്അത്താണ്. നാനും ബിദ്അത്ത് സുന്നത്താകുന്നവിടെ എന്ത് സുന്നത്ത്? കൂലി കിട്ടുന്ന പുണ്യകർമ്മം, വാജിബ് സുന്നത്ത്, ഓർത്ത സുന്നത്ത്. ഇനിയെങ്കിലും വഹാബികൾ തിരിച്ചറിയണം, ബിദ്അത്തുമാണ് സുന്നത്തുമാണ് എന്നാ ബേജാറാകണ്ട. ഈ ബാങ്ക് ബിദ്അത്തുമാണ് സുന്നത്തുമാണ്. എങ്ങനെയാ ബിദ്അത്ത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലാത്ത ഒരു നടപടി ആവശ്യമുള്ളപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയതാണ്. ഇത് ബിദ്അത്താണ്. പ്രമാണങ്ങൾ ഉണ്ടതിന്, പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല. അതുകൊണ്ട് ഇത് ശരിയായ നല്ല ബിദ്അത്തുമാകുന്നു. നല്ല ബിദ്അത്തായതുകൊണ്ട് ഇത് പുണ്യം കിട്ടുന്ന പുണ്യകർമ്മമാണ്. അപ്പൊ വാജിബല്ല എങ്കിൽ സുന്നത്താണ്. വാജിബാണ് നിങ്ങൾ കൊണ്ട് കൊടുപ്പിക്കും. ഞങ്ങൾ കൊണ്ട് കൊടുപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് സുന്നത്തായതുകൊണ്ടാ. അപ്പൊ സുന്നത്തുമാണ് ബിദ്അത്തുമായ ഈ ബാങ്ക് കണ്ടോ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടാകുന്നത്. ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ സമ്പൂർണ്ണത ബോധ്യപ്പെടുക. ഇസ്ലാമിന്റെ സമ്പൂർണ്ണത ബോധ്യപ്പെടണമെങ്കിൽ നബിന്റെ കാലത്തെ 10 കൊല്ലത്തിൽ നടന്ന സംഭവങ്ങൾ മാത്രവും ആ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസിലും ഖുർആനിലും വന്ന അതേ പ്രമാണങ്ങളിലെ വാക്യങ്ങൾ ആ അർത്ഥത്തിൽ മാത്രവും എടുത്താൽ നമുക്ക് എങ്ങനെ ഇസ്ലാം സമ്പൂർണ്ണമാകും? നബിന്റെ കാലത്തില്ലാത്ത വല്ല അർത്ഥങ്ങളും ആയത്തിനോ ഹദീസിനോ ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിച്ചത് നമ്മൾ ഉദ്ധരിച്ചാൽ അപ്പം പറയും വഹാബികൾ, നബിന്റെ കാലത്ത് അങ്ങനെ ഉണ്ടോ, നബിന്റെ കാലത്ത് ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഈ ആയത്തിന് അങ്ങനെ അർത്ഥം പറയാൻ പറ്റുമോ? അവർക്ക് തോന്നിയതൊക്കെ പറയാം. അവർക്ക് ആയത്ത് ഹദീസ് ഓതിയായിട്ട് തോന്നിയ അർത്ഥം മുഴുവൻ പറയാം. നമ്മൾ വിവരിച്ചാൽ അപ്പോ ഓരോന്ന് പറയും. അപ്പൊ ഈ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്ലാമിന്റെ സമ്പൂർണ്ണത മനസ്സിലാക്കണമെങ്കിൽ എന്തു വേണം? ഇസ്ലാമിൽ മനുഷ്യവുമായി ബന്ധപ്പെട്ട ഏതു കർമ്മങ്ങൾക്കും വിധി വേണം.
അള്ളാഹുവിന്റെ റസൂൽ സമ്പൂർണമായ ദീൻ അവതരിപ്പിച്ചു പോയ ശേഷം നമ്മൾ ചെയ്യുന്ന ഏതു കർമ്മത്തിനും വിധി വേണം. ഇതില്ലെങ്കിൽ വിധിയില്ലാത്ത ഇസ്ലാം അറിയും. ചില കർമ്മങ്ങൾ നോക്കുമ്പോൾ ശബാബ് വിചിന്തനം പോലത്തെ വഹാബികളുടെ പ്രസിദ്ധീകരണങ്ങൾ നല്ല സുഖ. ജമാഅത്തുകാർ പിന്നെ അങ്ങനെ തന്നെ ചെയ്യൂല. ജമാഅത്തുകാർക്ക് അവിടെ ഒരു പ്രധാന നടപടി ഉണ്ട്. സുന്നത്ത് ഹദീസ് എന്നൊക്കെ വിവരിച്ചിട്ട് ഇതൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ അഭിപ്രായം എടുത്തു നോക്കൂല്. ഇവരങ്ങനെയല്ലേ ഇല്ല. ഇവർ പുതിയൊരു വിഷയം വന്നാൽ ഈ വിഷയകമായി ഖുർആനിലൊന്നും കാണുന്നില്ല, സുന്നത്തിലൊന്നും കാണുന്നില്ല. ഖുർആനിലും സുന്നത്തിലില്ലാന്നാ പിന്നെ ഒന്നോട്ട് പറ്റൂലല്ലോ. പിന്നെ ഇവർക്കൊന്നും പറയാനുമില്ല. നിസ്കാരത്തിൽ ഒരാൾ വല്ലതും മറന്നുപോയാൽ കൊടുക്കും. നബിന്റെ കാലത്ത് മറന്നത് തന്നെ മറക്കാൻ പാടുള്ളൂ. ഇറ്റക്ക് അല്ലെങ്കിൽ കൊടുക്കൂ. കാരണം നിസ്കാരത്തിന് നബിന്റെ കാലത്തോ സുന്നത്തില് ആരെങ്കിലും അന്ന് മറന്നതിന്റെ വിധിയല്ലാതെ കാണുമല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായ മറവിയല്ലാത്ത ഒരു മറവി നമ്മളെ ഇമാമിന് നെയ്ച്ചോറ് വെച്ചിട്ട് എങ്ങാനും ഉണ്ടായോ എന്നാ കുടുങ്ങി. ഇനി നെയ്ച്ചോറ് വെച്ചിട്ട് ഒറ്റക്കനാൾ നിൽക്കരിക്കുമ്പോൾ ഉണ്ടാകാം പല മറവി. ആ മറവിക്കൊക്കെ വിധി വേണ്ടേ? അപ്പൊ ഇസ്ലാമിൽ കാണുന്ന കർമ്മങ്ങൾക്ക് വാസ്തവത്തിൽ മനുഷ്യന്റെ കർമ്മങ്ങളാണോ വിധിയില്ല ഞാൻ പറ്റൂല. ഏത് കർമ്മങ്ങൾക്കും വിധി വേണം. ഇപ്പോൾ ഉള്ളതാണെങ്കിലും വേണം. ഈ ടൗൺ ഹാൾ ഉണ്ടാക്കുന്നതിന് വിധി വേണം. ഈ ടൗൺ ഹാളിൽ നമ്മൾ ഒത്തുകൂടുന്നതിന് വിധി വേണം. ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നതിന് നിൽക്കുന്നതിന് വിധി വേണം. ഒരാൾ വളഞ്ഞിരിക്കുന്നതിന് വിധി വേണം. കാൽമേൽക്കാല് വെട്ടി വെക്കുന്നതിന് വിധി വേണം. വട്ടം പടിഞ്ഞിരുന്ന് തിന്നുന്നതിന്റെ വിധി വേണം. നിന്ന് തിന്നുന്നതിന് വിധി വേണം. എല്ലാറ്റിൻ്റെയും വിധി വേണം. മുമ്പുള്ളതും ഇല്ലാത്തതും ഒക്കെ വേണം. അതുണ്ടാകാൻ എന്താ മാർഗം? നിങ്ങൾ വിദ്യാർത്ഥി തന്നെ നബിന്റെ കാലത്തില്ലാത്തത് എന്ന് അർത്ഥം വെച്ചാൽ ഇത് കിട്ടൂല. അതുകൊണ്ടാണ് ഈ ഹദീസ് വിവരിക്കുമ്പോൾ മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ വളരെ വ്യക്തമായി വിവരിക്കുന്നത്. മഹാനായ ഇമാം നവവി ബിദ്അത്തിനെ വിവരിച്ചിട്ട് ഉടൻ തന്നെ പറഞ്ഞു, قال الشيخ الإمام المجمع على إمامته وجلالته وتمكنه في أنواع العلوم وبراعته أبو محمد عبد العزيز بن عبد السلام رحمه الله ورضي عنه. മഹാനായ ഷെയ്ഖ് മഹാഗുരു അൽ ഇമാമുൽ മുജ്മഉ അലാ ഇമാമത്തിഹി വജലാലത്തിഹി, അദ്ദേഹത്തിന്റെ മഹത്വവും അദ്ദേഹത്തിന്റെ നേതൃത്വവും ലോക പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വിവിധ വിജ്ഞാന ശാഖകളിലുള്ള കാലുറപ്പും അദ്ദേഹത്തിന്റെ നൈപുണ്യവും ലോകം സമ്മതിച്ചിട്ടുണ്ട്. ആരാണിത്? അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുസ്സലാം സുൽത്താനുൽ ഉലമാ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം, ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുസ്സലാം ഫി ആഖിരി കിതാബിൽ ഖവായിദ്, തന്റെ അൽ ഖവായിദ് എന്ന കിതാബിന്റെ അവസാനം അദ്ദേഹം പറയുന്നു, അൽ ബിദ്അത്തു മുൻഖസിമത്തുൻ ഇലാ വാജിബത്തിൻ വ മുഹറമത്തിൻ വ മൻദൂബത്തിൻ വ മക്റൂഹത്തിൻ വ മുബാഹ. ബിദ്അത്തുകൾ എന്ന് പറയുമ്പോഴേക്ക് എല്ലാം ഹറാമാണ്, എല്ലാം അനാചാരമാണ് എന്ന് പറഞ്ഞൂടാ. പിന്നെന്ത് വേണം? വാജിബത്തായ, പ്രവർത്തിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടുന്നതും പ്രവർത്തിച്ചാൽ പുണ്യം കിട്ടുന്നതുമായ വാജിബായ ബിദ്അത്തുണ്ട്. വ മുഹറമ, പ്രവർത്തിച്ചാൽ കുറ്റം കിട്ടുന്ന മുഹറമത്തായ ബിദ്അത്തുണ്ട്. വ മൻദൂബ, പ്രവർത്തിച്ചാൽ പുണ്യം കിട്ടും ഒഴിച്ചാൽ കുറ്റമില്ലെങ്കിലും അങ്ങനെ സുന്നത്തായ ബിദ്അത്തുണ്ട്. വ മക്റൂഹത്തിൻ, ഒഴിച്ചാൽ കുറ്റം കിട്ടുന്ന മക്റൂഹത്തുമുണ്ട്. വ മുബാഹ, ഒഴിവാക്കിയാലും എടുത്താലും പ്രത്യേകമൊന്നും കിട്ടാത്ത തീർത്തും അനുവദനീയമെന്ന് പ്രമാണങ്ങൾ കൊണ്ട് വ്യക്തമാകുന്ന ബിദ്അത്തുമുണ്ട്. ഖാൽ, അദ്ദേഹം തന്നെ വിവരിക്കുന്നു, വത്വരീഖു ഫീ ദാലിക, ഇതിനെന്താ മാർഗം? അംതുറൽ ബിദ്അത്തു, പുതുതായി ഉണ്ടാകുന്ന ഏത് കർമ്മങ്ങളെയും വെളിപ്പെടുത്തപ്പെടുക. അലാ ഖവാഇദി ശരീഅ, ശരീഅത്തിന്റെ പ്രമാണങ്ങളുടെ മേൽ വെളിപ്പെടുത്തപ്പെടുക. ഫഇൻ ദഖലത് ഫീ ഖവാഇദിൽ ഈജാബ്, നിർബന്ധത്തിന്റെ കായികകളിലും പ്രമാണങ്ങളിലും പെട്ടോ ഫഹിയ വാജിബ, ആ ബിദ്അത്ത് വാജിബാണ്, ഒഴിക്കാൻ പാടില്ലാത്ത നിർബന്ധമാണ്. ഔ ഫീ ഖവാഇദി തഹ്രീമി, ഹറാമിന്റെ പ്രമാണങ്ങൾ ഉൾക്കൊണ്ടോ ഫമുഹറമ, അത് ഹറാമാണ്. അവിൻ നദിബി, സുന്നത്തിന്റെ പ്രമാണങ്ങളിൽപ്പെട്ടോ ഫമന്ദൂബ, സുന്നത്താണ്. അവിൽ മക്റൂഹി, കറാഹത്തായ കാര്യത്തിന്റെ പ്രമാണത്തിൽപ്പെട്ടോ ഫമക്റൂഹ, ബിദ്അത്ത് മക്റൂഹത്താണ്. മുബാഹായ കാര്യത്തിന്റെ പ്രമാണത്തിൽപ്പെട്ടോ ഫമുബാഹ. എന്നിട്ട് അദ്ദേഹം ഉദാഹരണവും പറയാ, ഒലിൽ ബിദ്അത്തിൽ വാജിബത്തി അംസില, ഒഴിച്ചാൽ കുറ്റം കിട്ടുന്ന ബിദ്അത്തുകൾക്ക് ചില ഉദാഹരണങ്ങളുണ്ട്. മിൻഹ, ആ ഉദാഹരണങ്ങളിൽ ഒന്ന് അൽ ഇസ്തിഗ്ഹാലു ബിഇൽമിൻ നഹ്വി അല്ലദീ യുഫ്ഹമു ബിഹി കലാമുല്ലാഹി വ കലാമു റസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ കലാമായ സുന്നത്തും ഖുർആനും മനസ്സിലാക്കാൻ വേണ്ട ശരിയായ അറബി ഭാഷയുടെ ഗ്രാമർ, വ്യാകരണ ശാസ്ത്രം. ഈ വ്യാകരണ ശാസ്ത്രം നബിയുടെ കാലത്തില്ല, സിദ്ദീഖ് എന്നവരുടെ കാലത്തില്ല,
ഉമർ എന്നവരുടെ കാലത്തില്ല, ഉസ്മാൻ എന്നവരുടെ കാലത്തില്ല, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കൂഫയിലെ ആളുകൾ വിശുദ്ധ ഖുർആൻ പോലും പിഴപ്പിച്ചോതാൻ തിരിഞ്ഞപ്പോൾ ഗ്രാമർ പ്രകാരം വായിക്കേണ്ടത് തെറ്റായി വായിച്ചിട്ട് തെറ്റായ അർത്ഥകൽപ്പന വരുന്ന വിധം ഓതിക്കേട്ടപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം അടിസ്ഥാനമുണ്ടാക്കപ്പെട്ട വിജ്ഞാനമാണ് ഇൽമുൻ നഹ്വ്. ഈ ഇൽമുൻ നഹ്വ് പഠിക്കൽ ഇന്നെന്താണ്? വഹാബികളെ കോളേജിലുള്ളവർ പഠിക്കട്ടെ. വഹാബികളെ കോളേജിൽ ഇൽമുൻ നഹ്വില്ലേ, ഗ്രാമർ പഠിപ്പിക്കുന്നില്ലേ? അറബി ഭാഷയുടെ ഗ്രാമർ ഇന്ന് പഠിക്കൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ അത് ആവശ്യമാണ്, ഹദീസ് മനസ്സിലാക്കണമെങ്കിൽ അത് ആവശ്യമാണ്. ലിഅന്ന ഹിഫ്ള ശരീഅത്തി വാജിബ്, ശരീഅത്തിനെ സൂക്ഷിക്കലു നിർബന്ധമല്ലേ? വലാ യതഅത്ത ഹിഫ്ളുഹാ ഇല്ലാ ബിദാലിക്, ഇങ്ങനെ ഒരു മുന്നഹബില്ലാഞ്ഞാൽ ശരീഅത്ത് നിർത്താൻ കഴിയൂല. വമാ ലാ യതിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്, നമ്മുടെ കർമ്മശാസ്ത്രത്തിന്റെ നിദാനപ്രകാരം നിർബന്ധമായ ശരീഅത്തിന്റെ നിലനിൽപ്പിന് നിർബന്ധമായ ഇൽമുൻ നഹ്വ് പഠിക്കലും നിർബന്ധമാണ്. അസാനി, രണ്ടാമത്തെ ഒന്ന് ഹിഫ്ളു ഗരീബിൽ കിതാബി വസ്സുന്നത്തി ഫിൽ ലുഗ, നിർബന്ധം. കിതാബിലെയും സുന്നത്തിലെയും സാധാരണ ഉപയോഗിക്കാത്ത പദങ്ങൾ നല്ലോണം സൂക്ഷിക്കണം, പഠിക്കണം. എഴുതി പഠിക്കേണ്ടവർ അങ്ങനെ പഠിക്കണം, മനപ്പാഠം പഠിക്കേണ്ടവർ അങ്ങനെ പഠിക്കണം. അസാലിസു തദ്വീനു ഉസൂലുദ്ദീൻ ഉസൂലുൽ ഫിഖ്, കർമ്മശാസ്ത്രത്തിന്റെ നിദാനങ്ങളും വിശ്വാസശാസ്ത്രത്തിന്റെ നിദാനങ്ങളും ക്രോഡീകരിക്കണം. അറാബി വൽ കലാമു ഫിൽ ജർഹി വ തഅദീൽ വ തംയീസ് സ്വഹീഹി മിനസ് സഖീം, സ്വഹീഹായ ഹദീസ് ഏതാണ്, സഖീമായ ഹദീസ് ഏതാണ്, അതിന് പറ്റിയ റാവികളുടെ നില എന്താണ്, നല്ല റാവി ആരാണ്, മോശം റാവി ആരാണ്, ഇതൊക്കെ വഹാബികളല്ലേ സാധാരണ ഉപയോഗിക്കാറ്. നമ്മളെക്കാൾ കൂടുതൽ ഉപയോഗിക്കൂല. ഓല ഉപയോഗത്തിന്റെ കള്ളി പറയണ്ട. ഒരു ഹദീസിനെ പറ്റി തന്നെ സ്വഹീഹാന്നറിഞ്ഞ് അതിനെപ്പറ്റി തന്നെ ലഈഫാന്ന്. അൽബാനി, വലിയ മുഹദ്ദിസ് അൽബാനി, നാസറുദ്ദീൻ അൽബാനി, ഇയാൾക്ക് എന്താ മുമ്പുള്ളവരുടെ കിതാബിൽ നിന്ന് ഉദ്ധരിക്കുന്നതല്ലാത്ത വല്ല പ്രമാണമുണ്ടോ? മുമ്പുള്ളവരുടെ കിതാബിൽ നിന്ന് ഉദ്ധരിക്കുന്നതല്ലാത്ത ഒന്നും അയാളിലില്ല. ഒന്നിരിക്കലോ ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി അല്ലെങ്കിൽ മുല്ലാലിയുൽ ഖാരി വരെ അയാൾ ഉദ്ധരിക്കും. ആ തരത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന മുഴുവൻ ആളുകളുടെ ഉദ്ധരണി വെച്ചിട്ട് സംസാരിക്കുന്ന നാസറുദ്ദീൻ അൽബാനിയാണ് ഇപ്പൊ ഇവരെക്കാളൊക്കെ വലിയാണ്. അദ്ദേഹത്തിന്റെ നൂറുകണക്കിന് വൈരുദ്ധ്യങ്ങൾ മാത്രം ക്രോഡീകരിക്കപ്പെട്ട കിതാബുകളുണ്ട്. ഒരു ഹദീസിനെ പറ്റി ആൾ സ്വഹീഹാണെന്ന് അതേ ഹദീസിനെ പറ്റി തൊട്ട് വേറൊരു കിതാബിൽ ലഈഫാണ്. ഒരേ കിതാബിൽ തന്നെ സ്വഹീഹാണെന്ന ഹദീസിനെ പറ്റി അതേ കിതാബിൽ വേറൊരിടത്ത് ലഈഫാണ്. ഇങ്ങനെ വൈരുദ്ധ്യത്തിൽ മാത്രം ഹദീസിന് നിരൂപണം നടത്തുന്ന അൽബാനി ബല വലിയ മുഹദ്ദിസ്. ഇയാൾ സംസാരിക്കുന്ന സ്വഹീഹ്, ലഈഫ്, മൗദൂഇ, ആള് മോശം, ആള് നന്ന്, ലാബൗസ, ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ടോ? ഖുർആനിലുണ്ടോ? ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത ഇത്തരത്തിലുള്ള വിഭജനങ്ങളൊക്കെ ഹദീസിന് പക്ഷേ അനിവാര്യമാണ്. എന്തുകൊണ്ട്? ഹദീസ് സ്വഹീഹാണോ ലഈഫാണോ എന്ന് തിരിയണം മുജ്തഹിദുകൾക്ക്, കർമ്മശാസ്ത്രത്തിന് നിദാനങ്ങൾ പറയുന്നവർക്ക്, കർമ്മശാസ്ത്രത്തിൽ നിന്ന് വിഷയങ്ങൾ സമർത്ഥിക്കുന്നവർക്ക്, അത്തരക്കാർക്ക് പറയേണ്ട പ്രമാണങ്ങൾ വായിക്കാൻ അത് പഠിക്കലും നിർബന്ധമാണ്. അങ്ങനെയുള്ള വായിക്കൽ നിർബന്ധമായ ഇൽമുകൾ. വലിൽ ബിദഅൽ മുഹറമത്തി അംസില, നബിയുടെ കാലത്തില്ലാത്ത മുഹറമത്തായ ബിദഅത്തുകൾക്കും പല ഉദാഹരണമുണ്ട്. അതിലൊന്ന് മദാഹിബുൽ ഖദരിയ വൽ ജബരിയ വൽ മുർജിഅ വൽ മുജസ്സിമ, പുതിയ പുത്തൻവാദികളുടെ പുത്തൻ വിശ്വാസങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഇവിടെ കൂട്ടിക്കൊടുക്കാം വഹാബികളും വൽ വഹാബിയ, വഹാബികളുടെ വിശ്വാസങ്ങളൊക്കെയും മുഹറമത്തായ ബിദഅത്താണ്. അതായത് വിശ്വാസപരമായ കാര്യത്തിൽ തർക്കം പറഞ്ഞ ഏത് പുത്തൻവാദികളുണ്ടോ അവരുടെ തർക്കങ്ങളൊക്കെയും മുഹറമത്തായ ബിദഅത്താണ്. ആര് പറയുന്നു? അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുസ്സലാം. ഇമാം നവവി പറഞ്ഞു അൽ മുജ്മഉ അലാ ഇമാമത്തിഹി വ ജലാലത്തിഹി വ തമക്കുനിഹി ഫീ അൻവാഇൽ ഉലൂം, സകല ഇൽമുകളിലും നല്ല നിശ്ചയദാർഢ്യമുള്ള കാലുറപ്പുള്ള വളരെ എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിത മഹാൻ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ അവർകൾ വിവരിക്കുന്നത് മുഹറമത്ത്. അക്കൂട്ടത്തിൽ അദ്ദേഹം മന്ദൂബത്തിനും ഉദാഹരണം പറയുന്നു. മിൻഹാ ഇഹ്ദാസുർ റുബുത്ത് വൽ മദാരിസ്, മദ്രസകൾ ഉണ്ടാക്കലൊക്കെ അതിൽപ്പെട്ടതാണ്. വകുല്ലു ഇഹ്സാനിൻ ലം യുഹദ് ഫിൽ അസ്രിൽ അവ്വലി, പഴയ കാലത്ത് അറിയപ്പെടാത്ത ഏത് ദാനധർമാദികളും നൽകാര്യങ്ങളും അതിൽപ്പെട്ടതാണ്. വമിൻഹ തറാവീഹ്, അതിൽപ്പെട്ടതാണ് തറാവീഹ് എന്ന പേരിൽ തന്നെയുള്ള നിസ്കാരം. അത് നബിന്റെ കാലത്ത് ആ പേരിലില്ല, തറാവീഹ് എന്ന പേരിൽ പിന്നെ ഉണ്ടായതാണ് ആ നിസ്കാരം. ഇതുപോലത്തൊക്കെ നല്ല ബിദ്അത്ത് സുന്നത്ത്. വലിൽ ബിദ്അത്തിൽ മക്റൂഹ അംസില, മക്റൂഹ ബിദ്അത്ത് കസുഖ്റുഫത്തിൽ മസാജിദി,
പള്ളി വേണ്ടാത്ത അലങ്കാരങ്ങൾ, തസ്ബീത്തിൽ മസാഹിഫി, മുസ്ഹഫുകൾ സ്വർണം കൊണ്ടും മറ്റൊക്കെ അലങ്കരിക്കുക. വലിൽ ബിദഅൽ മുബാഹത്തി, മുബാഹത്തായ ബിദഅത്തുകൾക്ക് ഉദാഹരണം മിൻഹൽ മുസാഫഹത്തു അഖിബ സുബ്ഹി വൽ അസ്ർ, സുബ്ഹ് നിസ്കരിച്ച് പിരിഞ്ഞു പോകുമ്പോൾ കൈ കൊടുക്കുക, അസ്ർ നിസ്കരിച്ച് പിരിഞ്ഞു പോകുമ്പോൾ കൈ കൊടുക്കുക. ഒമിൻഹ തവസ്സുഅ ഫിൽ ലദീദി മിനൽ മആക്കിൽ, ബിരിയാണി വയ്ക്കുക, രസകരമായത് തിന്നുക. ഇതൊക്കെ ബിദഅത്ത് മുബാഹത്താണ്. ഇതൊന്നും റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് തിന്നിട്ടില്ല. നബിയുടെ കാലത്ത് ഇത്ര രസകരമായ ഭക്ഷണമില്ല എന്നെഴുതി നമുക്കത് തിന്നൂടാന്നുണ്ടോ? ഹലാല് തിന്ന, ആ ഹലാല് മുബാഹാൻ. ഇങ്ങനെ സുന്നത്തുകൾക്കും കറാഹത്തുകൾക്കും ഹറാമുകൾക്കും മുബാഹുകൾക്കും വാജിബുകൾക്കും ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് ബിദ്അത്തുകളെ വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട് മഹാനായ ഇമാം അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുസ്സലാം. അത് തന്റെ ഖവായിദിലുള്ളത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഉദ്ധരിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈതമി ഉദ്ധരിച്ചിട്ടുണ്ട്, നമ്മുടെ ഇമാമുകളൊക്കെ വിവരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ വിവരം വേണ്ടേ? ഏറ്റവും അടുത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കി, ഇ അഹമ്മദ് സാഹിബ് നമ്മളെ ഈ മലപ്പുറം നിയോജക മണ്ഡലത്തിൽ ജയിച്ചു. ഇത് ജയിച്ചു നോക്കുമ്പോൾ നമ്മളെ മഞ്ചേരിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ബിരിയാണി വെച്ചു കൊടുക്കുന്നുണ്ട്, പായസം വെച്ചു കൊടുക്കുന്നുണ്ട്, ഒരുപാട് പണിയാണ്. ഇതൊക്കെ റസൂലിന്റെ കാലത്തുണ്ടോ? ഇതിന് വിധി വേണ്ടേ? റബീഉൽ അവ്വലിൽ മിഠായി കൊടുക്കുന്നത് മാത്രം പോരാ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. റബീഉൽ അവ്വലിൽ മിഠായി കൊടുക്കുന്നതും റബീഉൽ അവ്വലിൽ പായസം കൊടുക്കുന്നതും റബീഉൽ അവ്വലിൽ ബിരിയാണി വെച്ചു കൊടുക്കുന്നതും അനാചാരമാണ്, ഹറാമാണ്, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരുക്കാത്ത ബിദ്അത്താണ് എന്ന് പറയുന്ന മണ്ടന്മാർ ഇ അഹമ്മദ് സാഹിബ് ജയിച്ചിട്ട് ബിരിയാണി കൊടുക്കുന്നതിനെ പറ്റി മിണ്ടുന്നില്ല. ഇ അഹമ്മദ് സാഹിബ് ജയിച്ചതിന് പായസം കൊടുക്കുന്നതിനെ പറ്റി മിണ്ടുന്നില്ല. എന്താ മിണ്ടാത്തത്? അപ്പം പറയും അത് നമ്മളെ ദീനീ കാര്യമല്ല, ദീനീ കാര്യമല്ല. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മളെ ഈ ദീനീ കാര്യത്തിൽ ഉണ്ടാക്കുക. അതുപോലെ മാ ലൈസ മിൻഹു എന്ന് കൂടി ഉണ്ട്, അവിടെ കൂടി ശ്രദ്ധിക്കണം. മാ ലൈസ മിൻഹു, ദീനിന്റെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുന്നതല്ലാത്ത കാര്യം ഉണ്ടാക്കുക. ദീനീ കാര്യം തന്നെയാ ദാനം. ഇ അഹമ്മദ് സാഹിബ് ജയിച്ചിട്ട് സന്തോഷം തോന്നുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ശുക്രിന്റെ പണി തന്നെയാണ് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കല്. ഇത്ര നല്ല പണിയില്ല. ഇത് നമ്മൾ സുന്നിയക്ക് ശരിക്കും പറയാം. എന്താ കാരണം? അവർക്കിഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ജയിച്ചപ്പോ പടച്ചോനെ ഞങ്ങളെ സ്ഥാനാർത്ഥി ജയിച്ചല്ലോ എന്നൊരു സന്തോഷം രേഖപ്പെടുത്താൻ ബിരിയാണി കൊടുക്കുക, പായസം വെച്ച് കൊടുക്കുക എന്ന പണിയാണെങ്കിൽ ഏറ്റവും നല്ല പ്രതിഫലാർഹമായ നല്ല പുണ്യകർമ്മമാകുന്നു അത്. പക്ഷെ സുന്നത്താട്ടോ ബിദ്അത്തുവാ, സുന്നത്തായതിനോടൊപ്പം ബിദ്അത്തുവാ. നബിന്റെ കാലത്തില്ല. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ കാലത്ത് സാന്ദർഭികമായി വരുന്ന കർമ്മങ്ങൾക്കടക്കം വിധി വേണം ശരീഅത്തില്. ശരീഅത്തിൽ ഈ വിധികളില്ലെങ്കിൽ ശരീഅത്ത് സമ്പൂർണ്ണമല്ല, ശരീഅത്ത് കുറ്റമറ്റതല്ല. ഉസൂലും ഫുറൂഉം ക്രമമായി വിവരിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ശരീഅത്തിൽ ഫുറൂഅ് തീരൂല. ഫുറൂഅ് ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ശാഖാപരമായി മനുഷ്യന്മാർ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങൾക്കും, മനുഷ്യന്മാർ കാലാകാലങ്ങളിൽ ഉണ്ടാക്കുന്ന സകല ആചാരങ്ങൾക്കും എല്ലാ അർത്ഥത്തിലും പ്രമാണങ്ങൾ കൊണ്ട് വിധി കണ്ടെത്തണം. ഇത് കണ്ടെത്തുന്നവരാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ. അവർ നമ്മൾ ചെയ്യുന്ന സദാചാര കർമ്മങ്ങൾക്ക് പുണ്യകർമ്മമെന്ന് വിധി എഴുതുന്നതേ നമ്മൾ ചെയ്യാറുള്ളൂ. മൗലൂദ് അതിൽപ്പെട്ടതാണ്. നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ്. റബീഉൽ അവ്വൽ കാലത്ത് ചെയ്തതും ഇതാണ്. ഇതൊക്കെ ശാപ്പാട്ടരാമന്മാരുണ്ടാക്കിയതാണ്, മോശപ്പെട്ടവരുണ്ടാക്കിയതാണ് എന്നറിയുന്നത് ചിന്തിക്കാറില്ല. സ്വലാഹുദ്ദീൻ അയ്യൂബി, സ്വലാഹുദ്ദീൻ അയ്യൂബി എന്ന ആള് മോശമാണോ അതോ നല്ല ആളാണോ? സകല ചരിത്രകാരന്മാരും അദ്ദേഹത്തെ വിവരിക്കുന്നത് റഹ്മഹുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാ. അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ എന്ന്. ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ എന്ന് അദ്ദേഹം ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് മരിക്കാൻ കിടക്കുമ്പോ തന്റെ മുമ്പിൽ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് വിളിച്ച അശ്ശൈഖ് അബൂ ജഅഫർ എന്ന ഇമാം അദ്ദേഹത്തിന്റെ മുൻപിൽ രാത്രി മുഴുവൻ പാർക്കുന്നു. പാർക്കുമ്പോ തന്റെ മുമ്പിൽ ഖുർആൻ ഓതുന്നു. ഷഹാദത്ത് ആവശ്യമുള്ളപ്പോൾ ചൊല്ലിക്കൊടുക്കുന്നു. ആ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുന്ന ഷെയ്ഖ് അബൂ ജഅഫർ എന്നവർ അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് ഹുവല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ എന്ന് ഓതുന്ന സമയത്ത് അതേ എന്ന് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വഫാത്തായ മഹാനായ ഭരണാധികാരിയാണ് കുരിശ് സേനയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിന് മോചനം നൽകിയ ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ അയ്യൂബി. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ അയ്യൂബി വഫാത്തായിട്ട് ജാമിഉൽ ഉമവി എന്ന് പറയുന്ന ഡമാസ്കസിലെ വലിയ പള്ളിയിൽ 3 ദിവസം കണ്ണോക്കേനു. 3 ദിവസം സാധാരണക്കാരും വലിയവരും എല്ലാവരും വന്നിട്ട് അവിടത്തെ കണ്ണോക്കിൽ പങ്കെടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാമ ഇബ്നു കസീർ അടക്കമുള്ള പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം
ഉപയോഗിച്ച അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകനാണ് അൽ മലിക്കുൽ മുളഫർ അബൂ സഈദ് കൂക്കുബരി എന്ന് പറയുന്ന മഹാൻ. ആ മഹാൻ അദ്ദേഹത്തിന്റെ ജീവിത സമയത്ത് അവസാനം വരെ 5 ദിർഹമിന്റെ കുപ്പായ ധരിച്ചിരുന്ന. 5 ദിർഹമിന്റെ കുപ്പായം, 5 റുപ്യന്റെ കുപ്പായം ധരിച്ച അദ്ദേഹത്തോട് ഭാര്യ ചോദിച്ചു, നിങ്ങൾ എത്ര ലക്ഷം പൊന്നാണ് റബീഉൽ അവ്വലിന് ചെലവഴിക്കുന്നത്? എത്ര ലക്ഷം പൊന്നുകളാണ് വിരുന്നുകാർക്ക് ചെലവഴിക്കുന്നത്? എത്ര ലക്ഷം പൊന്നുകളാണ് ഹാജിമാർക്ക് വഴിയാത്രക്കാർക്ക് വെള്ളം കൊടുക്കാൻ ചെലവഴിക്കുന്നത്? നിങ്ങൾക്കൊരു കുപ്പായം ഇടാൻ നിങ്ങളുടെ കയ്യിൽ പണമില്ലേ എന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, എന്റെ ശരീരത്തിൽ ഇടാൻ വേണ്ട കുപ്പായം നശിക്കാനുള്ള കുപ്പായമാണ്. മരിക്കാൻ പോകുന്ന എനിക്കെന്തൊരു കുപ്പായം? ഞാൻ ഈ ചെയ്യുന്നതൊക്കെ പുണ്യകർമ്മങ്ങളാണ്, സത്കർമ്മങ്ങളാണ്, ആഖിറത്തിൽ പുണ്യം കിട്ടുന്നതാണ്, അള്ളാഹുവിന്റെ ദീനിലാണ്, ഫുഖറായിനാണ്, നിർധനന്മാർക്കാണ്. എനിക്ക് ധരിക്കാൻ ഞാൻ പണം ചെലവഴിക്കൂല എന്ന് പറഞ്ഞ് 5 റുപ്യന്റെ കുപ്പായമിട്ട് അതുകൊണ്ട് തന്നെ മരിച്ച മഹാനാ ബഹുമാനപ്പെട്ട അൽ മലിക്കുൽ മുളഫർ അബൂ സഈദ് കൂക്കുബരി എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹമാണ് 1,80,000 പൊന്ന് കൊല്ലം റബീഉൽ അവ്വലിൽ മൗലിദ് കഴിക്കാൻ ചെലവഴിക്കുക. ആ ഭക്തരിൽ ഭക്തരായ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടാക്കപ്പെട്ട മൗലിദും ആഘോഷവും അന്നത്തെ ദാനധർമ്മങ്ങളും നന്നെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ തീറ്റ ഹാപ്പാട്ടുരാമന്മാർ, തീറ്റക്കൊതിയന്മാർ എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ചരിത്രമായി തന്നെ വിദ്യാർത്ഥികളൊക്കെ പഠിക്കൂലേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പുണ്യ ഇമാമുകളും നമ്മുടെ ഗ്രന്ഥങ്ങളും നബിതങ്ങളുടെ ഹദീസിനെയും പ്രമാണങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് സുന്നത്താണെന്നും പുണ്യമാണെന്നും കൽപ്പിച്ചിട്ടുള്ള ബിദ്അത്തുകളാണ്. അത്തരം ബിദ്അത്തുകൾ അനിസ്ലാമികമല്ല. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ബിദ്അത്തുകൾ അനിസ്ലാമികം. പ്രമാണങ്ങളോട് യോജിക്കുന്ന ബിദ്അത്തുകൾ ആ പ്രമാണങ്ങളുടെ തേട്ടപ്രകാരം ഇസ്ലാമികം. വാജിബാണെങ്കിൽ വാജിബ്, സുന്നത്താണെങ്കിൽ സുന്നത്ത്, അനുവദനീയമെങ്കിൽ അനുവദനീയം. മക്റൂഹത്തും മുഹറമത്തുമായ ഹറാം ബിദ്അത്തുകളെ അനിസ്ലാമികമാകൂ. അത്തരം ബിദ്അത്തുകളാണ് വിശ്വാസത്തിലുള്ള മുഴുവൻ ബിദ്അത്തുകളും. അതുകൊണ്ട് പരമ്പരാഗതമായ മുസ്ലിം വിശ്വാസത്തിന് വിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്ന മുഴുവൻ ബിദ്അത്തുകളും വിശ്വാസപരമായ ബിദ്അത്തുകൾ എന്നതിൽ ഉൾക്കൊള്ളും. ആ വിശ്വാസപരമായ ബിദ്അത്തുകൾ തീർത്തും അനിസ്ലാമികമാണ്. ഈ വസ്തുത ബിദ്അത്ത് സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി വേണം ബിദ്അത്ത് അനാചാരം എന്ന് നാഴികക്ക് 40 വട്ടം ജൽപ്പിക്കുന്നവരുടെ പ്രസംഗങ്ങളും അവരുടെ ലേഖനങ്ങളും ഒക്കെ നമ്മൾ വായിക്കാൻ, തെറ്റിദ്ധാരണയിൽ അകപ്പെടരുത്. വിഷയം മനസ്സിലാക്കാതെ നമ്മൾ കുറങ്ങരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ്ഖിനെ ഹഖായി മനസ്സിലാക്കാൻ, ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖിനോട് പിൻപറ്റി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബാത്തിലിനെ നിരാകരിക്കുവാനും തള്ളാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.